കണക്കായി നിസാബ് ആയി അതിന്റെ തോത് ആയി ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പരിഗണിച്ചിട്ടുള്ളത് 20 മിസ്കാൽ. അഥവാ ഇന്നത്തെ ആധുനിക രീതിയിൽ അതിനെ സംഗ്രഹിച്ച് പറയുമ്പോൾ 85 ഗ്രാം അഥവാ 1.5 പവൻ. അതുപോലെ വെള്ളിയിൽ 200 ദിർഹമായിട്ടാണ് അതിനെ കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഇന്നത്തെ രീതിയിലാകുമ്പോ അതിനെ മാറ്റി പറയുമ്പോ ഏകദേശം 595 ഗ്രാമോളം വരും. ഈ പറഞ്ഞ 85 ഗ്രാം സ്വർണവും 595 ഗ്രാം വെള്ളിയും രണ്ടാമതാവാനുള്ള നിസാബായി പരിഗണിക്കപ്പെട്ട സ്വർണത്തിന്റെ നിസാബായി കണക്കായി പരിഗണിക്കപ്പെട്ടിട്ടുള്ള 85 ഗ്രാമും അഥവാ 1.5 പവനും വെള്ളിയുടെ കണക്കായി പരിഗണിക്കപ്പെട്ടിട്ടുള്ള 595 ഗ്രാമും ഒരു വർഷം പൂർണ്ണമായും ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ അതിന്റെ 2.5% സകാത്ത് കൊടുക്കൽ നിർബന്ധമായിരിക്കും. ഇനി കണക്ക് പൂർത്തിയാവുക എന്നുള്ളതിന്റെ വിവക്ഷ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നത് പോലെ സ്വർണമാകുമ്പോ തനി സ്വർണമായിട്ട് തന്നെ, അല്ലെങ്കിൽ വെള്ളിയാകുമ്പോ തനി വെള്ളിയായിട്ട് തന്നെ കണക്ക് പൂർത്തിയാകണമെന്ന. അതായത് ഇന്ന് നാം സാധാരണഗതിയിൽ മാർക്കറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത് പോലെ സാധാരണഗതിയിൽ നാം ഉപയോഗിക്കുന്ന 916 അല്ലെങ്കിൽ 22 ക്യാരറ്റ് സ്വർണം, അതിൽ സ്വർണമല്ലാത്ത വെള്ളി പോലെ അല്ലെങ്കിൽ ചെമ്പ് പോലെയുള്ള ഇതര ലോഹങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്ന് നമുക്ക് ആർക്കും സംശയമില്ല. അതുകൊണ്ട് തന്നെ സ്വർണമാകുമ്പോ തനി സ്വർണമായി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തനി തങ്കമായിട്ട് തന്നെ 85 ഗ്രാം വന്നെങ്കിലേ അത് മിനിമം സക്കാത്തിന്റെ കണക്കായി ആവുകയുള്ളൂ. അതുപോലെ തന്നെ വെള്ളിയുടെ വിഷയത്തിലും ഇപ്രകാരം തന്നെയാണ്. 595 ഗ്രാമാണ് വെള്ളിയുടെ കണക്കായി കർമ്മശാസ്ത്ര പണ്ഡിതർ ഗണിച്ചിട്ടുണ്ട് എങ്കിൽ തനി വെള്ളിയായിട്ട് തന്നെ, ഇതര ലോഹക്കൂട്ടുകളില്ലാതെ തനി വെള്ളിയായിട്ട് തന്നെ 595 ഗ്രാം നിസാബ് എത്തിയാലേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. ഇനി നമുക്ക് അതിന്റെ സ്വർണതുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങളെക്കുറിച്ച്, ഉദാഹരണമായിട്ട് ആഭരണങ്ങളെക്കുറിച്ച് ഇസ്ലാമിക കർമ്മശാസ്ത്രം ഏത് രൂപത്തിലൂടെയാണ് നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. ആഭരണങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് ഹലാലായ ആഭരണങ്ങൾ, രണ്ട് നിഷിദ്ധമായ ആഭരണങ്ങൾ. ഇതിൽ രണ്ടാമതായി പറഞ്ഞ നിഷിദ്ധമായ ആഭരണങ്ങൾ, ഉദാഹരണത്തിന് സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീക്ക് അനുവദനീയമായിട്ടുള്ള സ്വർണമാല അല്ലെങ്കിൽ സ്വർണവല പുരുഷന്മാർ ഉപയോഗിക്കൽ, ഇതൊക്കെ നിഷിദ്ധമായ ആഭരണത്തിന്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിൽ വർഷം പൂർണ്ണമായും ഒരാളുടെ കൈവശം സക്കാത്ത് നിർബന്ധമാവാനുള്ള 85 ഗ്രാം സഹിതം ഉണ്ടെങ്കിൽ അവൻ അതിന്റെ സക്കാത്ത് നിർബന്ധമായും കൊടുക്കണം എന്നാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്. രണ്ടാമതായി നാം പറഞ്ഞ അനുവദനീയമായ ആഭരണങ്ങൾ, അനുവദനീയമായ ആഭരണങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമില്ല. പക്ഷേ ഇത് അമിതമാവാൻ പാടില്ല. അമിതമായാൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഭംഗിക്കു വേണ്ടി സ്ത്രീകൾക്ക് എത്ര ആഭരണം വേണമെങ്കിലും ധരിക്കാം. പക്ഷേ അത് അഭംഗി വരുത്തുന്ന അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു അറപ്പുളവാക്കുന്ന രീതിയിലേക്ക് എത്തരുതെന്ന് മാത്രം. ഈ ഒരു മാനദണ്ഡത്തെയാണ് അമിതം എന്നുള്ളത് കൊണ്ട് ഫുഖഹാക്കൾ ഗണിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഓരോ അവയവത്തിന്റെ ആഭരണത്തിനും ഇന്ന ഒരു നിശ്ചിത തോതിലെത്തിയാൽ അത് കാണുമ്പോൾ തന്നെ അത് ഭംഗിയാണ് എന്ന് നമുക്ക് കാണുന്നവന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു തോത് കഴിഞ്ഞുകൊണ്ട്, ഉദാഹരണത്തിന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉദാഹരണ രൂപേണ വിശദീകരിക്കുന്നത് പോലെ 200 ദീനാറുള്ള ഒരു ജോഡി പാദസരം, ഉദാഹരണമായിട്ട് നമ്മുടെ ഭാഷയിൽ 106ഓളം പവൻ വരുന്ന ഒരു ജോഡി പാദസരം അമിതമായ ആഭരണത്തിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, അറപ്പുളവാക്കുന്ന രീതിയിൽ ഒരു സ്ത്രീയുടെ ആഭരണം എത്തിയാൽ അതുതന്നെ ഓരോ അവയവത്തിന്റെയും ആഭരണം വ്യത്യസ്തമായിരിക്കും. അങ്ങനെ ചിലപ്പോൾ മാല അമിതമായിരിക്കാം, അതുപോലെ ചിലപ്പോൾ പാദസരം അമിതമായിരിക്കണമെന്നില്ല. ഇങ്ങനെ ഓരോ അവയവം വ്യത്യസ്തമായി ഗണിച്ചുകൊണ്ടാണ് അമിതമാണോ അല്ലയോ എന്ന് നാം വേർതിരിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തതായി ചർച്ച ചെയ്യാനുള്ളത് കറൻസിയിലെ സക്കാത്തിനെ കുറിച്ചാണ്. സ്വർണം, വെള്ളി എന്നിവയുടെ സത്ത, അതുപോലെ തന്നെ അതിന്റെ നാണയത്വ സ്വഭാവം അഥവാ വസ്തുക്കളുടെ അടിസ്ഥാന വിലയായി നിശ്ചയിക്കപ്പെട്ടിരുന്നു
ഈ രണ്ട് സ്വഭാവങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് സ്വർണത്തിലും വെള്ളിയിലും സക്കാത്ത് നിർബന്ധമാകാൻ കാരണമായിട്ടുള്ളത്. കൂടുതലായി സംസാരിക്കുന്നില്ല, മനസ്സിലാകാൻ വേണ്ടി മാത്രം ചുരുക്കി പറയാം. പണ്ടുകാലത്ത് സർവ്വവ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിരുന്ന, സാർവത്രികമായി ഉപയോഗിക്കപ്പെട്ടിരുന്ന സ്വർണ്ണവെള്ളികളുടെ സ്ഥാനത്താണ് ഇന്ന് നോട്ട് നാണയങ്ങൾ അഥവാ കറൻസികൾ എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ സക്കാത്ത് നിർബന്ധമാകുന്നതാണ്. മഹാനായ ശൈഖുന അവറുകൾ അതിനെക്കുറിച്ച് മുമ്പ് വിശദീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് അതിന്റെ നാനാവശങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. ഇപ്പോൾ രൂപയിൽ എത്ര സക്കാത്ത് കൊടുക്കണമെന്ന് മനസ്സിലായി. കറൻസിയിൽ സക്കാത്ത് നിർബന്ധമാണ് എന്ന് നാം സംസാരിക്കുകയുണ്ടായി. ഇനി എന്തിനെ അടിസ്ഥാനപ്പെടുത്തി രൂപയിലെ സക്കാത്ത് നിർണ്ണയിക്കണം, അത് തന്നെ എത്ര കൊടുക്കണം എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഈ കറൻസി നാണയങ്ങൾ അല്ലെങ്കിൽ നോട്ട് നാണയങ്ങൾ ഒരു പുതുതായി ഉണ്ടായ പ്രതിഭാസമായതിനാൽ തന്നെ, ഒരു നവീന പ്രതിഭാസമായതിനാൽ തന്നെ ഇതിന്റെ കണക്കുകളും രീതിശാസ്ത്രങ്ങളെക്കുറിച്ചും വളരെ കാലങ്ങൾക്ക് മുമ്പ് വിരചിതമായ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരാമർശിക്കുന്നതായി കാണാൻ നമുക്ക് സാധിക്കില്ല. തദടിസ്ഥാനത്തിൽ കച്ചവടത്തിന്റെ സക്കാത്ത് നിർണ്ണയിക്കുമ്പോൾ അതിന്റെ വില കെട്ടുന്ന സമയത്ത് നാം ചെയ്യുന്നത് പോലെ അവകാശികൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്നത് ഏതാണോ അതിനനുസരിച്ചായിരിക്കണം നാം നോട്ടിന്റെയും വില കെട്ടേണ്ടത്. അതായത് സമകാലിക സാഹചര്യത്തിൽ ഇന്നത്തെ മാർക്കറ്റ് വിലയനുസരിച്ച് സ്വർണത്തിന്റെ സക്കാത്ത് നിർബന്ധമാകാനുള്ള മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ, അതിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 2,10,000 പരം രൂപയോളം വരും. തൽസ്ഥാനത്ത് വെള്ളിയുടെ വില വെച്ച് നോക്കുമ്പോൾ ഏകദേശം 23,681 രൂപയെ ഇന്നത്തെ മാർക്കറ്റ് വിലയനുസരിച്ച് വരികയുള്ളൂ. രണ്ടിന്റെയും തമ്മിൽ മഹാ അന്തരവും വ്യത്യാസവും നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അടിസ്ഥാനത്തിൽ സക്കാത്തിന്റെ അവകാശികൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുന്നത് ഏതുകൊണ്ടാണോ അത് ഈ സാഹചര്യത്തിൽ വെള്ളികൊണ്ടാണ് എന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കറൻസികളുടെ വില നിശ്ചയിക്കുമ്പോൾ വെള്ളിയുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിന്റെ കണക്ക് നിശ്ചയിക്കേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഗഹനമായ ഒരു ചർച്ച നമുക്ക് ശേഷം നടക്കാനുണ്ട്. മൊത്തത്തിൽ ചുരുക്കി പറയുകയാണ്, അവസാനമായി കൈവശം ഉണ്ടാകുക അല്ലെങ്കിൽ ചെയ്യാനുള്ളത് കച്ചവടത്തിലെ സക്കാത്ത് എന്ന വിഷയമാണ്. ഇന്ന് ഏതാണ്ട് എല്ലാ ആളുകളും ഏതെങ്കിലുമൊക്കെ തരത്തിൽ കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. പ്രധാനമായും നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചത് തന്നെ ഈ പ്രദേശത്തെ കച്ചവടക്കാരുടെയൊക്കെ ഒഴിവിനനുസരിച്ചാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കച്ചവട സംബന്ധമായിട്ടുള്ള സക്കാത്തിന്റെ വിഷയങ്ങൾ. വിഷയം അവതരിപ്പിക്കുന്നത് ഫിഖ് ഡിപ്പാർട്ട്മെന്റിലെ അവസാന വർഷ വിദ്യാർത്ഥി അമീർ ഹുസൈൻ ചെമ്മാട്. വിദ്യാർത്ഥിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. عن أبي ذر رضي الله عنه قال رسول الله صلى الله عليه وسلم: في الإبل صدقتها وفي البقر صدقتها وفي الغنم صدقتها وفي البزد صدقته. റവാഹുൽ ഹാക്കിം ഫി മുസ്തദ്രകി.
ബഹുമാനം നിറഞ്ഞ ഉസ്താദ് അബ്ദുറഹ്മാൻ ഫൈലി അവറുകളെ, സ്റ്റേജിൽ ഉപവിഷ്ടരായ ഉസ്താദുമാരെ, സദസ്സ് ഭംഗിയാക്കിയ മുഅ്മിനീങ്ങളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വളരെ മർമ്മപ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. മനുഷ്യന്റെ സാമ്പത്തിക പുരോഗതിക്ക് ആണിക്കല്ലായി വർത്തിക്കുന്ന കച്ചവടത്തെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. എന്നും ലോകത്തിന്റെ സമ്പൽഘടനയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് വ്യാപാരങ്ങളാണ്, വ്യവസായങ്ങളാണ്, സാമ്പത്തിക ക്രയവിക്രയങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഇസ്ലാം മനുഷ്യന്റെ സർവ്വവിധ സാമ്പത്തിക പുരോഗതിക്കും കാരണമാകുന്ന ഈ ഒരു വ്യവസ്ഥക്കും ചില മാനദണ്ഡങ്ങളും ചില വ്യവസ്ഥകളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. കഴിഞ്ഞ വിഷയാവതരകൻ സ്വർണം, വെള്ളി, കറൻസി എന്നിവയിലെ സക്കാത്തിനെ കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. സ്വർണം, വെള്ളി, കറൻസി എന്നിവയിൽ സക്കാത്ത് നിർബന്ധമാകുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കച്ചവടങ്ങളിലും സക്കാത്ത് നിർബന്ധമാകുന്നത്. മാത്രമല്ല, വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി കച്ചവടത്തിലും ബിസിനസ്സുകളിലും സക്കാത്ത് നിർബന്ധമാകുമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മഹാനായ ഹാക്കിം റളിയല്ലാഹു അൻഹു തന്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: അൻ അബീ ദർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഇബ്ലി സദഖതുഹാ വഫിൽ ബഖരി സദഖതുഹാ വഫിൽ ഗനമി സദഖതുഹാ വഫിൽ ബസ്രി സദഖതുഹാ. പ്രമുഖ സഹാബി വര്യൻ അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഒട്ടകങ്ങളിലും ആടുമാടുകളിലും സക്കാത്തുണ്ട്. വഫിൽ ബസ്രി സദഖതു, കച്ചവടത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ച വസ്ത്രങ്ങളിലും സക്കാത്തുണ്ട്. വഫിൽ ബസ്രി സദഖതുഹു എന്ന വിശുദ്ധ റസൂലിന്റെ ഈ വാക്യം വളരെ കൃത്യമായി കച്ചവടങ്ങളിൽ സക്കാത്ത് നിർബന്ധമാണെന്ന സത്യത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം: അൻ സമുറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅമുറുന അൻ നുഖ്രിജ സദഖത മിനല്ലദീ യുഅദ്ദു ലിൽ ബൈഇ. കച്ചവടത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട സർവ്വവിധ സ്വത്തുക്കളിലും സക്കാത്ത് നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നുവെന്ന് മറ്റൊരു ഹദീസിലും കാണാം. ഈ രണ്ട് ഹദീസുകൾ വെച്ച് നമുക്ക് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കച്ചവടങ്ങളിലും സക്കാത്ത് നിർബന്ധമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ചുരുക്കത്തിൽ, കച്ചവടത്തിലെ സക്കാത്ത് നിർബന്ധമാകുന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുകയാണെങ്കിൽ, കച്ചവടം തുടങ്ങി ഒരു വർഷം കഴിയുമ്പോൾ തന്റെ കച്ചവടച്ചിരക്കും അതിനുള്ള ലാഭവും കിട്ടാനുള്ള കടങ്ങളും മൊത്തം വില കെട്ടി 595 ഗ്രാമിന് തുല്യമോ അതിലധികമോ ഉണ്ടെങ്കിൽ അതിന്റെ 2.5% നൽകേണ്ടത്. ഇന്ന് ശൈഖുൽ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ വെള്ളിയുടെ വില 23,681 രൂപയാണ്. ഇങ്ങനെ കച്ചവട വർഷം തികയുന്ന ഇന്ന് കച്ചവട വർഷം തികയുന്ന ഒരു കച്ചവടത്തിന് ഏകദേശം ഈ ഒരു രൂപയാണുള്ളതെങ്കിൽ 600 രൂപയാണ് സക്കാത്ത് കൊടുക്കാനുണ്ടാവുക. 1,00,000 രൂപയാണുള്ളതെങ്കിൽ 2,500 രൂപയാണ് നൽകേണ്ടി വരിക. 10 ലക്ഷം രൂപയാണുള്ളതെങ്കിൽ 25,000 രൂപയാണ് നൽകേണ്ടി വരും. ഇങ്ങനെയൊക്കെ സക്കാത്തിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കച്ചവടത്തിലെ സക്കാത്തിൽ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് 6 കാര്യങ്ങളാണ്. 6 നിബന്ധനകളാണ് കച്ചവടത്തിലെ സക്കാത്ത് നിർബന്ധമാകാനുള്ളത്. ഒന്നാമതായി, വല്ലതും പകരം നൽകി നാം കച്ചവട ചരക്ക് ഉടമപ്പെടുത്തിയതാകണം. റെഡി കാശായോ കടമായോ സ്വയം സേവനം ചെയ്തോ കച്ചവട ചരക്കുകൾ വല്ലതും പകരം നൽകി ഉടമപ്പെടുത്തിയതായിരിക്കണം. അതുകൊണ്ട് തന്നെ അനന്തരമായി ലഭിച്ച സ്വത്തിനോ
കടലിൽ പോയി പിടിച്ചുകൊണ്ടുവന്ന മത്സ്യം, കടലിൽ പോയി മത്സ്യം പിടിച്ചുകൊണ്ടുവന്ന് കച്ചവടം നടത്തുന്നവനോ, പുഴയിൽ പോയി മണൽ വാരി കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്നവനോ കച്ചവടത്തിലെ സക്കാത്തില്ല. കാരണം അതൊന്നും ഒരു വസ്തു നൽകി മറ്റൊന്നിനെ പകരമായി നേടിയെടുത്തതല്ല. അതൊക്കെ സ്വയം അധ്വാനം കൊണ്ട് അവൻ നേടിയെടുത്തതാണ്. എങ്കിൽ ഇയാൾ ഈ മണൽ വാരിക്കൊണ്ടുവന്ന വ്യക്തി അതുകൊണ്ട് ലഭിച്ച സമ്പത്ത് 595 ഗ്രാമിന് തുല്യമാവുകയും അതൊരു വർഷം സൂക്ഷിക്കുകയും ചെയ്താൽ അതിന് കറൻസ് സ്വർണം വെള്ളി നാണയങ്ങളിലെ സക്കാത്ത് നിർബന്ധമാകുമെന്നത് മറ്റൊരു കാര്യം. ഇന്ന് സർവ്വവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന കച്ചവട രീതിയാണ് മുക്കുവന്റെ അടുത്തു നിന്ന് മത്സ്യം വാങ്ങിയിട്ട് വിൽക്കുന്ന ഒരു കച്ചവട രീതി. ഇന്ന് മാർക്കറ്റിലുള്ളവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുക്കുവന്റെ അടുക്കൽ പോയി അയാളിൽ നിന്ന് മത്സ്യം വാങ്ങുന്നു, എന്നിട്ട് അത് വിൽപ്പന നടത്തുന്നു. അങ്ങനെ വിൽപ്പന നടത്തുന്നവന് സക്കാത്ത് നിർബന്ധമാണെന്നും നാം മനസ്സിലാക്കണം. കാരണം ഇങ്ങനെ വിൽപ്പന നടത്തുന്നവൻ ഒരു വസ്തു നൽകി മറ്റൊന്ന് നേടിയെടുത്താണ് ഇങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനന്തരം ലഭിച്ച സ്വത്തിൽ സക്കാത്തില്ല എന്ന് നാം മുമ്പ് സൂചിപ്പിച്ചു. എന്നാൽ ഇവിടെയും ഒരു കാര്യം നാം മനസ്സിലാക്കണം. അനന്തര സ്വത്തായി നമുക്ക് ലഭിച്ചത് ഒരു കച്ചവടച്ചരക്കാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ പിതാവ് മരിച്ചുപോയപ്പോ നമുക്ക് ലഭിച്ചത് ഒരു പലചരക്ക് കടയാണെങ്കിൽ അതിൽ ക്രയവിക്രയം തുടങ്ങുന്ന അന്ന് മുതൽ അതിനൊരു വർഷം അതിന്റെ വർഷം, ആ കച്ചവടത്തിലെ വർഷം അവിടെ മുതൽ തുടങ്ങുമെന്ന കാര്യം നാം മറക്കരുത്. അനന്തരമായി മറ്റു സ്വത്തുക്കൾ ലഭിച്ചാൽ അതിൽ സക്കാത്ത് വരുന്നില്ല. പക്ഷേ അനന്തരമായിട്ട് കച്ചവട സ്വത്ത് ലഭിച്ചാൽ അതിന് സക്കാത്ത് നിർബന്ധമാണെന്ന കാര്യം നാം വിസ്മരിക്കരുത്. ഒന്നാമത്തെ നിബന്ധന നാം പറഞ്ഞു, വല്ലതും പകരം നൽകി ഉടമപ്പെടുത്തിയെടുത്തതായിരിക്കണം. ഇനി രണ്ടാമത്തെ നിബന്ധന, കച്ചവടത്തിലെ സക്കാത്ത് നിർബന്ധമാകാനുള്ള രണ്ടാമത്തെ നിബന്ധന, ചരക്കുടമയാക്കുന്ന സമയത്ത് കച്ചവടമെന്ന ലക്ഷ്യമുണ്ടായിരിക്കണം. ചരക്കുടമപ്പെടുത്തുന്ന സമയത്ത് ഇത് ഞാൻ കച്ചവടത്തിന് ഉപയോഗിക്കുന്നു എന്ന ഉദ്ദേശമുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിയ വസ്തുക്കളിൽ പിന്നീട് കച്ചവടം ഉദ്ദേശിച്ചാലും സക്കാത്ത് നിർബന്ധമാവുന്നില്ല. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം പാൽ കുടിക്കാൻ വേണ്ടി ഒരു പശുവിനെ വാങ്ങി അതിനുശേഷം പിന്നീട് ആ പശുവിനെ വിൽക്കാൻ തീരുമാനിച്ചാലും ആ പശുവിന്റെ വിൽപ്പനയിൽ കച്ചവടത്തിലെ സക്കാത്ത് വരുന്നില്ല. മാത്രമല്ല, നാം വീട്ടാവശ്യത്തിന് വേണ്ടി, വീട് വെക്കാൻ വേണ്ടി ഒരു പറമ്പ് വാങ്ങി, ആ പറമ്പ് പിന്നീട് വിൽക്കാൻ ആഗ്രഹിക്കുകയും അതിന് വിൽപ്പന നടത്തുകയും ചെയ്താലും അതിനും സക്കാത്തില്ല. കാരണം അതൊന്നും വാങ്ങുന്ന സമയത്ത് കച്ചവടമെന്ന ഉദ്ദേശം നമുക്കുണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ രണ്ടാമത്തെ നിബന്ധന വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം. കച്ചവടം ഉടമപ്പെടുത്തുന്ന സമയത്ത് കച്ചവടമെന്ന ലക്ഷ്യമുണ്ടായിരിക്കണം. ഈ ഒരു നിബന്ധനയിൽ നിന്ന് ഇന്ന് ലോകത്ത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഫാക്ടറികൾക്കും വ്യവസായശാലകൾക്കും സക്കാത്ത് നിർബന്ധമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൈദയും അനുബന്ധ സാധനങ്ങളും വാങ്ങി ഹോട്ടൽ കച്ചവടം നടത്തുന്നവന് സക്കാത്ത് നിർബന്ധമാണെന്ന് ഈ ഒരു നിബന്ധനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം മൈദയും അനുബന്ധ സാധനങ്ങളും അവൻ ഉടമപ്പെടുത്തിയത് ഒരു വസ്തു നൽകി മറ്റൊന്ന് പകരം വാങ്ങിയിട്ടാണ് അവൻ വാങ്ങിയത്. മാത്രമല്ല, അത് വാങ്ങുന്ന സമയത്ത് കച്ചവടമെന്ന ഉദ്ദേശ ലക്ഷ്യവും അവനുണ്ട്. അതുപോലെ തന്നെ അസംസ്കൃത വസ്തുക്കൾ വാങ്ങി അതിൽ വ്യവസായങ്ങൾ അതിൽ നിന്ന് മറ്റൊരു വസ്തുവായി രൂപാന്തരപ്പെടുത്തി ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഫാക്ടറികൾക്കും സക്കാത്ത് നിർബന്ധമാണെന്ന് ഈ ഒരു നിബന്ധനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ആ അസംസ്കൃത വസ്തുക്കൾ ഉടമപ്പെടുത്തുന്ന സമയത്ത് കച്ചവടമെന്ന ഉദ്ദേശമുണ്ട് അയാൾക്ക്. മാത്രമല്ല, ആ കച്ചവടമെന്ന ഉദ്ദേശപ്രകാരം ആ വസ്തുക്കളെ കൂട്ടി അതിന്റെ സത്ത മാറാതെ മറ്റൊരു രൂപത്തിലാണ് അതിനവൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലും സക്കാത്തുണ്ടെന്ന് ഈ നിബന്ധനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഇന്ന് അയൽക്കൂട്ടങ്ങളിലൂടെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കുടിൽ വ്യവസായങ്ങൾക്കും സക്കാത്ത് നിർബന്ധമാണെന്ന് ഈ നിബന്ധനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം പപ്പട വ്യവസായവും അച്ചാറ് വ്യവസായവും ഇന്ന് വളരെ വ്യാപകമായി കുടിൽ വ്യവസായങ്ങളിലൂടെ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അച്ചാറിനുള്ളതും ആ പപ്പടത്തിനുള്ളതും ആ രണ്ട് വസ്തുക്കൾക്കുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇതിനെ കച്ചവടമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അയാൾ കരസ്ഥമാക്കുന്നത്. മാത്രമല്ല, ഒരു വസ്തു നൽകി മറ്റൊരു വസ്തു വാങ്ങുക, ഉടമപ്പെടുത്തുക എന്ന രീതിയിലൂടെയാണ് ഇതും ഉടമപ്പെടുത്തുന്നത്.
അതുകൊണ്ട് തന്നെ കുടിൽ വ്യവസായങ്ങൾക്കും സക്കാത്ത് നിർബന്ധമാകുമെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല, ഇന്ന് ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന റിയൽ എസ്റ്റേറ്റുകളിലും സക്കാത്തുണ്ടെന്ന് ഈ നിബന്ധനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം റിയൽ എസ്റ്റേറ്റുകാരൻ ഭൂമി എടുക്കുന്ന സമയത്ത് കച്ചവടമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭൂമി വാങ്ങുന്നത്. കച്ചവട ഉദ്ദേശമില്ലാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി വാങ്ങി പിന്നീട് വിൽപ്പനക്ക് വെച്ചാൽ സക്കാത്ത് നിർബന്ധമാവുകയില്ലെന്ന് മുമ്പ് നാം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ റിയൽ എസ്റ്റേറ്റുകാരൻ വാങ്ങുന്നത് ആ ഒരു തരത്തിലല്ല. 2 നിബന്ധനകളാണ് നാം പറഞ്ഞു വച്ചത്. ഒന്നാമതായി, വല്ലതും പകരം നൽകി ഉടമപ്പെടുത്തിയതാവണം. രണ്ടാമത്, ചരക്കുടമയാക്കുന്ന സമയത്ത് കച്ചവടമെന്ന ഉദ്ദേശ ലക്ഷ്യമുണ്ടായിരിക്കണം. മൂന്നാമത്തെ നിബന്ധന, ഒരു കച്ചവടം തുടങ്ങിയത് മുതൽ ഒരു ഹിജ്റ വർഷം പൂർത്തിയാകണം. ഹിജ്റ വർഷമാണ് പരിഗണിക്കപ്പെടുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ക്രിസ്തു വർഷമല്ല ഇവിടെ പരിഗണിക്കപ്പെടുന്നത്. മുഹറം 1 കച്ചവടം തുടങ്ങിയാൽ അടുത്ത മുഹറം വരെ ആ കച്ചവടം നിലനിന്നാൽ അതിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും. ഇന്ന് വ്യാപകമായൊരു തെറ്റിദ്ധാരണ പറയുന്നത് വളരെ ഖേദകരം തന്നെയാണ്. കച്ചവടം തുടങ്ങിയത് മുതൽ ഒരു വർഷം തികയുക എന്നതാണ് ഇതിന്റെ മാനദണ്ഡം. അല്ലാതെ വിശുദ്ധ റമദാനല്ല സക്കാത്ത് നൽകാനുള്ള മാസമായിട്ട് വിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തിയത്. റമദാനിന് ഇതിലൊരു സ്വാധീനവുമില്ല. കച്ചവടത്തിലെ സക്കാത്തിൽ ഒരു സ്വാധീനവും റമദാൻ മാസത്തിനില്ല. എന്ന് വർഷം തികഞ്ഞോ അന്നാണ് സക്കാത്ത് നൽകേണ്ടത്. മുഹറം 1 10 മണിക്കാണ് വർഷം തികഞ്ഞതെങ്കിൽ അവൻ സക്കാത്ത് നൽകേണ്ടത് അവൻ 10 മണിക്ക് തന്നെ സക്കാത്ത് നൽകണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം, ഈ ഒരു നിബന്ധനയിൽ മറ്റൊരു കാര്യം വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം. ഒരാൾക്ക് കച്ചവടം തുടങ്ങാനുള്ള തുക ആദ്യമേ കയ്യിലുണ്ട് എങ്കിൽ ആ തുക എന്ന് കയ്യിൽ വന്നോ അതുമുതലാണ് സക്കാത്ത് കച്ചവട വർഷം പരിഗണിക്കപ്പെടുക. ഉദാഹരണത്തിന്, മുഹറം 1 ഒരാളുടെ അടുക്കൽ 10 ലക്ഷം രൂപയുണ്ട്. അയാൾ ആ 10 ലക്ഷം കൊണ്ട് കച്ചവടം തുടങ്ങിയിട്ടില്ല. അയാൾ കച്ചവടം തുടങ്ങുന്നത് അടുത്തുവരുന്ന റമദാനിലാണ്. മുഹറം 1 മുതൽ റമദാൻ വരെ അയാൾ കച്ചവടം ചെയ്യാതെ തന്റെ പക്കൽ ആ 10 ലക്ഷം രൂപ സൂക്ഷിച്ചു വെച്ചു. റമദാൻ 1 കച്ചവടം തുടങ്ങുന്നത്. അയാളുടെ കച്ചവട വർഷത്തിലെ സക്കാത്ത് പരിഗണിക്കുന്നത്, കച്ചവട വർഷം പരിഗണിക്കപ്പെടുന്നത് അടുത്ത റമദാനല്ല, വരുന്ന മുഹറമാണ്. വരുന്ന മുഹറമാണ് പരിഗണിക്കപ്പെടുന്നത്. ഇന്ന് നാം ഒക്കെ കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരുപാട് സമ്പാദ്യം ആദ്യമേ ഒരുമിച്ച് കൂട്ടുകയും പിന്നീട് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് കച്ചവടം ആരംഭിക്കുകയും ചെയ്യും. എന്നാൽ കച്ചവടം ആരംഭിച്ചത് മുതലല്ല സക്കാത്ത് നിർബന്ധമാകുന്നത്. മറിച്ച് ഇയാളുടെ സക്കാത്ത് നിർബന്ധമാകുന്നത് എന്ന് മുതലാണോ കച്ചവടം തുടങ്ങാനുള്ള തുക കയ്യിൽ ഉണ്ടായിരുന്നത് അത് മുതലാണ് കച്ചവടത്തിലെ സക്കാത്തിന്റെ വർഷം തുടങ്ങുന്നത്. എന്നാൽ 595 ഗ്രാമിന് തുല്യമോ അതിലധികമോ സ്വത്ത് കയ്യിലുള്ള വേളയിലാണ് ഈ ഒരു നിബന്ധനയുള്ളത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അഥവാ പറഞ്ഞതിന്റെ താല്പര്യം, ഏകദേശം ഇന്ന് ഉസ്താദ് അവർ വിഷയത്തിൽ സൂചിപ്പിച്ചു 23,681 രൂപയാണ് സക്കാത്ത് നിർബന്ധമാകാനുള്ള തുകയായിട്ട് ഉസ്താദ് അവർ സൂചിപ്പിച്ചത്. കച്ചവടം തുടങ്ങുന്ന അന്ന് ഇയാളുടെ കയ്യിൽ 10,000 രൂപയുള്ളുവെങ്കിൽ കച്ചവടം തുടങ്ങുന്നത് മുതൽ തന്നെയാണ് വർഷം പരിഗണിക്കപ്പെടുക. കച്ചവട വർഷം പരിഗണിക്കപ്പെടുന്നത് അയാളുടെ അടുത്ത് നിസാബിനേക്കാൾ 595 ഗ്രാമിനേക്കാൾ കുറവാണെങ്കിൽ കച്ചവടം തുടങ്ങിയത് മുതലാണ് പരിഗണിക്കപ്പെടുക. പക്ഷേ 595 ഗ്രാമിന് സമാനമോ അതിലധികമോ കച്ചവടം തുടങ്ങുന്ന അന്ന് തന്നെ, അതിനു മുമ്പ് തന്നെ അവന്റെ കയ്യിലുണ്ടെങ്കിൽ ആ സമ്പത്ത് എന്ന് കയ്യിൽ വന്നോ അത് മുതലാണ് കച്ചവട വർഷം പരിഗണിക്കപ്പെടുക എന്ന കാര്യം വളരെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഹിജ്റ വർഷം. ഇനി പറയാനുള്ളത് 4ാമത്തെ നിബന്ധന, വർഷത്തിനിടയിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന ഉദ്ദേശമുണ്ടാകാതിരിക്കണം. ഉദാഹരണത്തിന്, പെരുന്നാൾ സീസൺ പ്രമാണിച്ച് ഒരാൾ ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങുന്നു. അങ്ങനെ ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങുന്നു, റമദാനത്തിന്റെ ടെക്സ്റ്റൈൽസ് തുടങ്ങുന്നു. 6 നോമ്പ് കഴിഞ്ഞപ്പോഴേക്ക് അയാൾ ടെക്സ്റ്റൈൽസ് പരമാവധി കാലിയാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കുറച്ച് വസ്തുക്കൾ കൂടി അവിടെ ബാക്കി.
ഞാൻ എന്റെ കുടുംബത്തിലെ മറ്റാളുകൾക്ക് വേണ്ടി അത് സ്വതക ചെയ്യും എന്ന ഉദ്ദേശം അയാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കച്ചവട വർഷം മുറിയും. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാവാൻ പാടില്ല. ഈ നാലാമത്തെ നിബന്ധനയും ഇനി പറയാൻ പോകുന്ന അഞ്ചാമത്തെ നിബന്ധനയും മൂന്നാമത്തെ നിബന്ധനയുടെ പരിധിക്കുള്ളിൽ പെടും. മൂന്നാമത്തെ നിബന്ധനയായി ഞാൻ പറഞ്ഞത് ഒരു ഹിജ്റ വർഷം പൂർത്തിയാകലാണ്. നാലാമത് പറഞ്ഞത് വർഷത്തിനിടയിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും എന്ന ഉദ്ദേശം ഉണ്ടാകാതിരിക്കണം, അഥവാ ഹിജ്റ വർഷം പൂർത്തിയാകണമെന്ന. അഞ്ചാമത്തെ നിബന്ധന കച്ചവട വർഷത്തിനിടയിൽ കച്ചവടം പൂർണ്ണമായി നിർത്തി നാണയമാക്കരുത്. കച്ചവടം പൂർണ്ണമായി നിർത്തി ആ കച്ചവടത്തെ നാണയമാക്കരുത്. മൂന്നാമത് പറഞ്ഞ നാം വളരെ വ്യക്തമായി മൂന്നാമതൊരു നിബന്ധന പറഞ്ഞിട്ടുണ്ട്, ഒരു ഹിജ്റ വർഷം പൂർത്തിയാകണം. അതിന്റെ പരിധിയിൽ തന്നെ അഞ്ചാമത് പറയുന്ന ഈ നിബന്ധനയും ഉൾപ്പെടും. കച്ചവട വർഷത്തിനിടയിൽ കച്ചവടം പൂർണ്ണമായി നിർത്തി നാണയമാക്കരുത്. ഉദാഹരണത്തിന്, ഒരു മീൻ കച്ചവടക്കാരൻ ഒരു മുക്കുവന്റെ അടുത്ത് നിന്ന് മീൻ വാങ്ങുന്നു. അയാൾ ദിവസവും കച്ചവടം നടത്തുന്നു. കച്ചവടം നടത്തുമ്പോൾ വാങ്ങിയ ഞായറാഴ്ച വാങ്ങുന്നു, തിങ്കളാഴ്ച അയാളുടെ സ്വത്ത് മുഴുവൻ വിൽക്കുന്നു. അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ അയാളുടെ കച്ചവട വർഷം അവിടെ മുറിയുന്നതാണ്. പക്ഷേ ഇയാളുടെ മീൻ കച്ചവടത്തിൽ നിന്ന് ലഭിച്ച തുക 595 ഗ്രാമോ അതിലധികമോ ഉണ്ടെങ്കിൽ അയാളുടെ കച്ചവട വർഷം മുറിയുന്നില്ല. കച്ചവട വർഷം മുറിയുന്നത് ഒരാൾ മീൻ കച്ചവടക്കാരന് സാധാരണ 25,000-23,000 ഒന്നും ലഭിക്കാറില്ല. ഒരു ദിവസത്തെ കച്ചവടം കൊണ്ട് സാധാരണ ഒരു മൊത്ത വിൽപ്പനക്കാരനല്ല, ചില്ലറ വിൽപ്പനക്കാരനായ ഒരു മീൻ കച്ചവടക്കാരന് 23,000 ഒന്നും ഒരു ദിവസത്തെ കച്ചവടം കൊണ്ട് സാധാരണ ലഭിക്കാറുകൊണ്ടേയിരിക്കും. എന്നാൽ വലിയ മൊത്ത വിൽപ്പന കച്ചവടക്കാരൻ മീൻ മൊത്തമായി സമയത്ത് 595 ഗ്രാമോ അതിലധികമോ ഉണ്ടാകണം. വില കെട്ടുന്ന സമയത്ത് പ്രധാനമായും 3 കാര്യങ്ങളാണ് പെടുന്നത്. അതുകൊണ്ട് തന്നെ കടയുടെ ആവശ്യങ്ങൾക്കുള്ള മേശയോ ഫാനോ കസേരയോ തുലാസോ വില കെട്ടേണ്ടതില്ല. കാരണം അതൊന്നും കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല, മറിച്ച് അതൊക്കെ കടയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. വില കെട്ടേണ്ടത് ഒന്നാമത്തത് കച്ചവട ചരക്കാണ്. രണ്ടാമത് ലാഭമാണ് അതിൽ പരിഗണിക്കേണ്ടത്. ലാഭം കച്ചവടത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റിവെച്ച ലാഭത്തെ ഇതിൽ പരിഗണിക്കേണ്ടതില്ല, അതിനെ മറ്റൊന്നായാണ് പരിഗണിക്കപ്പെടുക. കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ കച്ചവടത്തിൽ തന്നെ ഉപയോഗിക്കുമെന്ന ഉദ്ദേശമുള്ള ലാഭമൊക്കെ പരിഗണിക്കപ്പെടണം. മൂന്നാമതായി കിട്ടാനുള്ള കടവും ഇതിനുകൂടെ വില കിട്ടുമ്പോൾ പരിഗണിക്കേണ്ടതാണ്. അവധി ഇറങ്ങിയ കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള കടങ്ങളാണ് പരിഗണിക്കേണ്ടത്. അവധി ഇറങ്ങാത്ത കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത കടങ്ങൾ അത് വില കിട്ടുന്ന സമയത്ത് പരിഗണിക്കേണ്ടതില്ല. ചുരുക്കത്തിൽ 3 കാര്യങ്ങളാണ് വർഷാവസാനം വില കെട്ടുന്ന സമയത്ത് പരിഗണിക്കേണ്ടത്. കച്ചവട ചരക്കും കിട്ടാനുള്ള ലഭിച്ച ലാഭവും കിട്ടാനുള്ള കടങ്ങളും ഇത് 3 പരിഗണിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ 6 നിബന്ധനകളാണ് നാം ഇവിടെ സൂചിപ്പിച്ചത്. ഈ 6 നിബന്ധനകൾ വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം. ഒന്നാമതായി നാം പറഞ്ഞു, വല്ലതും പകരം നൽകി ഉടമപ്പെടുത്തിയതാകണം. രണ്ടാമത് പറഞ്ഞത്, ചരക്കുടമയാക്കുന്ന സമയം കച്ചവടമെന്ന ഉദ്ദേശ ലക്ഷ്യമുണ്ടായിരിക്കണം. മൂന്നാമത്, ഒരു ഹിജ്റ വർഷം പൂർത്തിയാകണം. നാലാമത്, കച്ചവട വർഷത്തിന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന ഉദ്ദേശമുണ്ടാവരുത്. അഞ്ചാമത് പറഞ്ഞത്, പൂർണ്ണമായി കച്ചവടം നിർത്താൻ പാടില്ല. ആറാമതായി, വർഷാവസാനം 595 ഗ്രാമോ അതിലധികമോ തുക ഇവന്റെ കച്ചവട ചരക്കും ലാഭവും കിട്ടാനുള്ള കടങ്ങളും വില കെട്ടി ലഭിക്കണം. ഈ 6 നിബന്ധനകളാണ് നാം പരിഗണിക്കേണ്ടത്. ഈ 6 നിബന്ധനകൾ നാം പരിഗണിച്ചാൽ നമ്മുടെ കച്ചവടത്തിൽ സക്കാത്തുണ്ടോ ഇല്ലേ എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുവരെ സൂചിപ്പിച്ചത് സാധാരണ കച്ചവടങ്ങളിലുള്ള സക്കാത്തിനെ കുറിച്ചാണ്. ഇനി ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നത് നന്നായിരിക്കും. നമ്മളൊക്കെ സാധാരണ കച്ചവടം നടത്താറുള്ളത് ഒറ്റക്കാരും പൊതുവെ കച്ചവടം നടത്താറില്ല. 2 ആളോ 3 ആളോ ഒരുമിച്ച് കൂടി അവർ പാർട്ട്ണർഷിപ്പ് എടുത്ത് അവർ പരസ്പരം ഷെയർ മാർക്കറ്റിലൂടെയാണ്, ഷെയർ കച്ചവടമാണ് ഇന്ന് പൊതുവെ നടത്താറുള്ളത്.
ഈ ഷെയർ കച്ചവടം നടത്തുന്ന സമയത്ത് ഒരു കാര്യം കൂടി നാം ശ്രദ്ധിക്കണം. ഷെയർ ഉടമകളുടെ രണ്ടാളുടെയും സ്വത്തുക്കൾ 595 ഗ്രാമിന് എത്തണമെന്ന നിബന്ധനയില്ല. രണ്ടാളുടേതും കൂടി കൂട്ടി അത് രണ്ടും കൂട്ടിക്കുഴച്ച് 595 ഗ്രാം ലഭിച്ചാൽ മതി. 23,000 രൂപയുള്ളത് രണ്ടാളുടെയും കൂടി സ്വത്ത് കൂട്ടിയിട്ടാണ് 23,681 രൂപ ലഭിക്കുന്നതെങ്കിലും അതിനും സക്കാത്ത് നിർബന്ധമാകും. ഒരാളുടേത് 10,000 മറ്റൊരാളുടേത് 15,000 ആണെങ്കിലും രണ്ടും ഒരുമിച്ച് കൂട്ടിയാണ് കച്ചവടം നടത്തുന്നത് കൊണ്ട് അതിനും സക്കാത്ത് നിർബന്ധമാകും. എന്റേത് നിസാബ് എത്തിയിട്ടില്ലല്ലോ, എന്റേത് 595 ഗ്രാം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇയാൾക്ക് സക്കാത്തിൽ നിന്ന് ഒഴിവാകാൻ സാധ്യമല്ല. ഇത്രയുമാണ് ഈ വിഷയമായിട്ട് സംസാരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലുള്ള സക്കാത്തിനെ യഥാവിധി വിശുദ്ധ ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ സക്കാത്ത് നൽകാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഊസികും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കച്ചവട വളണ്ടിയർമാരെ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അടുത്തതായി സക്കാത്തിന്റെ വിതരണവും അവകാശികളും എന്ന വിഷയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. വിഷയം അവതരിപ്പിക്കുന്നത് അഷ്റഫ് വി എ കോട്ടോൾ. വിദ്യാർത്ഥിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. സമാദരണീയരായ നമ്മുടെ മുഖ്യാതിഥി അരിപ്ര അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് അവറുകളെ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ജ്യേഷ്ഠാനുജ സുഹൃത്തുക്കൾ, പ്രൗഢമായ 3 അവതരണങ്ങൾ ഇവിടെ കഴിഞ്ഞു. സക്കാത്തിന്റെ വിവിധ മാനങ്ങളെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സക്കാത്തിന്റെ വിതരണം, അവകാശികൾ. ആർക്കൊക്കെയാണ് നാം സക്കാത്ത് വിതരണം ചെയ്യേണ്ടത്, അത് എങ്ങനെയൊക്കെയാണ് നാം അത് വിതരണം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അവതരണത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും 2 നിബന്ധനകളാണ് സക്കാത്ത് വിതരണത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം, സക്കാത്ത് എന്ന് പറഞ്ഞാൽ സമയവും സന്ദർഭവും ഒത്തുകഴിഞ്ഞാൽ പിന്നെ പിന്തിപ്പിക്കാൻ പാടില്ലാത്ത ഒരു നിർബന്ധ ബാധ്യതയാണ് സക്കാത്ത്. സമയവും സന്ദർഭവും എന്ന് പറഞ്ഞാൽ വർഷം പൂർത്തിയാകൽ നിബന്ധനയുള്ള ധനങ്ങളിൽ വർഷം പൂർത്തിയാവുകയും നിശ്ചിത തുക ഉടമസ്ഥതയിൽ ഉണ്ടാവുകയും ചെയ്താൽ ആ ഉടമസ്ഥന്റെ നാട്ടിൽ തന്നെ അവകാശികളുമുണ്ടെങ്കിൽ കൊടുക്കൽ നിർബന്ധമാണ്. അത് വിതരണം ചെയ്യാതെ വെക്കുന്നത് ശിക്ഷകരമാണെന്ന് മാത്രമല്ല, ആ ധനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് പൂർണ്ണ ഉത്തരവാദിത്വവും ഈ ഉടമസ്ഥന് ഉണ്ടായിരിക്കും. പറഞ്ഞു വന്നത് വിതരണത്തിനുള്ള 2 ഷർത്തുകളാണ്. ഒന്നാമത്തേത് നിയ്യത്ത്. എന്റെ ധനത്തിന്റെ സക്കാത്താണ് ഈ ധനം എന്നതാണ് എന്റെ നിയ്യത്ത്. എപ്പോഴാണ് നാം ഈ നിയ്യത്ത് വെക്കേണ്ടത്? ഒന്നുകിൽ നാം നേരിട്ട് വിതരണം ചെയ്യുന്ന സമയത്ത് ഈ നിയ്യത്ത് വെക്കണം. അതല്ലെങ്കിൽ നമ്മുടെ ധനത്തിൽ നിന്നും നിശ്ചിത തുക നാം സക്കാത്തിന് വേണ്ടി നീക്കിവെക്കുന്ന സമയത്തും നമുക്ക് ഈ നിയ്യത്ത് വെക്കാം. ഇനി സ്വന്തമായി അല്ല വിതരണം ചെയ്യുന്നതെങ്കിൽ, മറിച്ച് നാം മറ്റൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ഏൽപ്പിക്കുന്ന സമയത്ത് ഒന്നുകിൽ നിയ്യത്ത് വെക്കുക, അതല്ലെങ്കിൽ നിയ്യത്ത് വെക്കാൻ കൂടി നാം ആ ഏൽപ്പിക്കപ്പെടുന്ന ആളെ ഏൽപ്പിക്കുക. ഇങ്ങനെ സക്കാത്തിന്റെ നിയ്യത്ത് നിർബന്ധമാണ്. പലപ്പോഴും നാം വിതരണം ചെയ്യാറുണ്ട്, പക്ഷേ നിയ്യത്ത് എന്നുള്ളത് പലപ്പോഴും വിട്ടുപോകാറുണ്ട്. എങ്കിൽ അങ്ങനെ നിയ്യത്ത് ഇല്ലാണ്ടാണ് നാം എത്ര കൊടുത്തതെങ്കിലും ശരിയാവില്ല. നിയ്യത്ത് കൂടാതെ സക്കാത്ത് ബാധ്യത വീടുകയില്ല എന്നതാണ് ആ വിഷയമായിട്ട് പറയാനുള്ളത്. 2ാമത്തെ ഷർത്ത്,
സക്കാത്ത് അതിന്റെ അവകാശികൾക്ക് നാം വിതരണം ചെയ്യണം. ആര് അവകാശികൾ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബ്നിസ് സബീൽ. ഇങ്ങനെ 8 വിഭാഗങ്ങൾക്കാണ് ഖുർആൻ സക്കാത്ത് നൽകാമെന്ന് നമ്മെ കൽപ്പിക്കുന്നത്. എന്നാൽ ഈ 8 വിഭാഗത്തിൽ നിന്നും ഇന്ന് നമ്മുടെ നാട്ടിൽ ഉള്ളത് വെറും 5 വിഭാഗങ്ങളാണ്. ആദ്യം പറഞ്ഞ ഫഖീർ, മിസ്കീൻ, ദരിദ്രവാസി, ഗതിയില്ലാത്തവർ, ഇവരൊക്കെയാണ് ഈ വിഭാഗത്തിൽപ്പെടുന്നത്. വൽ ആമിലീന അലൈഹ, സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമല്ല. ഓരോരുത്തരും നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ആദ്യമായി ദരിദ്രർ, ഫഖീർ. ആരാണ് ഫഖീർ? സ്വന്തമായി ധനമോ അതല്ല തന്റെ ആവശ്യത്തിന് വേണ്ട ധനം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു ജോലിയോ ഇല്ലാത്തവരാണ് ഫഖീർ എന്ന ഗണത്തിൽപ്പെടുന്നത്. സ്വന്തമായി ധനമോ അത് സമ്പാദിക്കാൻ കഴിയുന്ന ജോലിയോ ഇല്ലാതിരിക്കണം. സമ്പാദിക്കാൻ തന്റെ ആവശ്യത്തിന് വേണ്ട മുഴുവൻ സമ്പാദ്യങ്ങളും തനിക്ക് ലഭിക്കുന്ന ജോലി അവനുണ്ടെങ്കിൽ അവൻ ഫഖീർ എന്ന നിലക്ക്, ദരിദ്രവാസി എന്ന നിലക്ക് നമുക്കൊരിക്കലും സക്കാത്ത് കൊടുത്താൽ വീടുകയില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇൽമ പഠിക്കുന്നതിന് വേണ്ടി, വിജ്ഞാനം നേടുന്നതിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ഒരാള്, ആ വിജ്ഞാനവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് അവനക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരാള്, അങ്ങനത്തെ ഒരാൾക്ക് സക്കാത്ത് നൽകുന്നതിൽ വിരോധമില്ല എന്ന് നമുക്ക് കാണാം. എന്നാൽ ആരാധനയ്ക്ക് വേണ്ടി, പടച്ചോനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇബാദത്ത് ചെയ്യാന്നുള്ളത് അത് ഓരോ വ്യക്തികൾക്കും നിർബന്ധം. ായിട്ട് കൂട്ടായിട്ട് ഇൽമിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് സക്കാത്ത് കൊടുക്കുന്നതിൽ വിരോധമില്ല. എന്നാൽ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് സക്കാത്ത് കൊടുത്താൽ ശരിയാവുകയും ഇല്ല. പിന്നെ സ്വന്തം കുടുംബത്തിൽ നിന്ന്, അതായത് മക്കളാണെങ്കിൽ മാതാപിതാക്കളിൽ നിന്നും, വാർദ്ധക്യം ചെന്ന മാതാപിതാക്കളാണെങ്കിൽ അവർക്ക് സ്വന്തം മക്കളിൽ നിന്നും, ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ചെലവ് ലഭിക്കുന്നില്ലെങ്കിൽ അവർക്കും സക്കാത്ത് നൽകുന്നതിൽ വിരോധമില്ല. ഈ ഗണത്തിൽ, ഫഖീർ എന്ന ഗണത്തിൽ നമുക്ക് അവർക്കും സക്കാത്ത് നൽകാവുന്നതാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമായി കാണുന്നതാണ്, റമദാൻ 26 വന്നു കഴിഞ്ഞാൽ നിശ്ചിത തുക നാം ചില്ലറയാക്കി വെച്ചിട്ട് അത് വരുന്ന കുട്ടികൾക്കും അല്ലാത്തവർക്കൊക്കെ വിതരണം ചെയ്യും. എന്നാൽ അത് ശരിയാവുകയില്ല. അതുകൊണ്ട് ഒരിക്കലും സക്കാത്ത് വിടുകയില്ല. കാരണം അങ്ങനെ വന്ന് വാങ്ങുന്ന കുട്ടികളിൽ, അങ്ങനെ വന്ന് വാങ്ങുന്ന ആളുകളിൽ സ്വന്തം മാതാപിതാക്കൾ ചെലവ് നൽകുന്ന, അതല്ലെങ്കിൽ ചെലവ് നൽകേണ്ടവർ നൽകുന്ന ആളുകളുണ്ടാവും. അവർക്ക് സക്കാത്ത് നൽകിയാൽ ഒരിക്കലും സക്കാത്തിന്റെ ബാധ്യത വീടുകയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ നാം നിയത്ത് വെച്ചുകൊണ്ട് തന്നെ സക്കാത്ത് വിതരണം ചെയ്താൽ പോലും ആ സക്കാത്ത് സാധുവാകുകയില്ല. രണ്ടാമത്തെ വിഭാഗമാണ് മിസ്കീൻ എന്നത്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായി ധനമുണ്ട്, പക്ഷെ അതല്ലെങ്കിൽ ആ ധനം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ജോലിയുണ്ട്, പക്ഷെ തന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും അതുകൊണ്ട് വീടുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ 100 ദിവസവും ഒരാൾ വേണ്ട സ്ഥാനം ലഭിക്കുന്നത് 70-80 രൂപ. ഈ ഗണത്തിൽ നമുക്ക് സത്ത് നൽകാൻ വരും. എന്നാൽ ഒരു വലിയ വീടുണ്ടെന്ന് വിചാരിച്ച്, അതല്ലെങ്കിൽ ഒരു സ്ത്രീയാണ്, അവൾ നിറച്ച് ദേഹമാസകലം ആഭരണം ധരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് അവൾ ഫക്കീറാണ് അല്ലെങ്കിൽ മിസ്കീന, ഫക്കീറല്ല അല്ലെങ്കിൽ മിസ്കീനല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഈ ആഭരണങ്ങൾ അല്ലെങ്കിൽ ഈ വീട് ലഭിക്കുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ആയിരിക്കും. ഒരുപക്ഷെ സമ്പത്തുണ്ടായിരിക്കാം, പിന്നെ എന്തെങ്കിലും നഷ്ടം പറ്റി, അതല്ലെങ്കിൽ കച്ചവടത്തിൽ എന്തെങ്കിലും നഷ്ടം പറ്റി, അതല്ലെങ്കിൽ ഗൾഫിൽ പോയി അധ്വാനിച്ചിരുന്ന ആളായിരുന്നു, പെട്ടെന്ന് സ്പോൺസർ പറ്റിച്ചു, അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ധനം ഒരുപക്ഷെ നഷ്ടപ്പെട്ടതാവാം. അതുകൊണ്ട് തന്നെ വീടും അതല്ലെങ്കിൽ ആഭരണങ്ങളും അതല്ലെങ്കിൽ ഒരാളുടെ അവസ്ഥയും കണ്ടിട്ട് നമുക്ക് അവരുടെ ഫഖർ, ദാരിദ്ര്യം നമുക്ക് അളക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വലിയ വീടുണ്ട് എന്ന് വിചാരിച്ച് അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മൂന്നാമത്തെ വിഭാഗമാണ് ആമിലൂന അലൈഹ. അതൊന്നും
ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്ന 5 വിഭാഗങ്ങൾ മാത്രമേ നാം വിശദമായി ചർച്ച ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആമില് ഫീ സബീലില്ലാ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ ഈ വിഭാഗങ്ങളൊക്കെ തൽക്കാലം നാം മാറ്റിവെക്കുന്നു. അടുത്തതായി പൊതുവിശ്വാസി, അൽ മുഅല്ലഫത്ത് ഖുലൂബുഹും. പൊതുവിശ്വാസി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ആളുകൾ. ഇവർക്കാർക്കാൻ പറയുന്നതിന്റെ ഉദ്ദേശ്യം, അവർക്ക് ഇസ്ലാമിലേക്ക് പുതുതായി വരുമ്പോ അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരുപക്ഷെ ആരും തന്നെ ഇസ്ലാം സ്വീകരിച്ചോളണമെന്നില്ല. പാരമ്പര്യമായിട്ടായിരിക്കില്ല അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ ധനവും സമ്പത്തുമെല്ലാം തന്റെ കുടുംബക്കാരുടെ അടുക്കൽ ുകയും ഇസ്ലാം മതം സ്വീകരിച്ചതിന് വേണ്ടി അവർ ഒരു ആട്ടി ഓടിക്കപ്പെടാനും സാധ്യതയുണ്ട്. കുടുംബം അവരെ ഒരുപക്ഷെ ബഹിഷ്കരിച്ചേക്കും അത് എന്ന് തോന്നുകയും ആ മതത്തിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരവസ്ഥ തടുക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം ഇത്തരം ആളുകൾക്ക് സക്കാത്ത് നൽകണമെന്ന് കൽപ്പിച്ചതിന്റെ മാനദണ്ഡം. അടുത്തതായി കടം കൊണ്ട് വിഷമിക്കുന്നവർ. പ്രധാനമായും രണ്ടാവശ്യങ്ങൾക്ക് കടം വാങ്ങുന്നതാണ് നാം ഇതിൽ പരിഗണിക്കുന്നത്. ഒന്ന്, അനുവദനീയമായ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി. തനിക്ക് വീടില്ല, അതല്ലെങ്കിൽ കുടുംബത്തെ പോറ്റാൻ വേണ്ടി വേണ്ട ധനം കയ്യിലില്ല, അതുകൊണ്ട് കടം വാങ്ങിയ ഒരാൾ. അങ്ങനത്തെ ഒരാൾക്ക് ആ കടം വീട്ടാൻ വേണ്ടി സക്കാത്ത് കൊടുക്കുന്നതിൽ വിരോധമില്ല. രണ്ടാമത്തെ വിഭാഗമാണ് പൊതുനന്മയ്ക്ക് വേണ്ടി കടം വാങ്ങുന്ന ഒരാള്. പൊതുനന്മ എന്ന് പറഞ്ഞാൽ ഭിന്നിച്ചു നിൽക്കുന്ന 2 വിഭാഗങ്ങളെ, 2 മുസ്ലിം വിഭാഗങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരാള്, അതല്ലെങ്കിൽ മുസ്ലിംകൾക്ക് ആവശ്യമായ പൊതു ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി കടം വാങ്ങുന്ന ഒരാള്. ഉദാഹരണം, റോഡുണ്ടാക്കാൻ എന്ന് തുടങ്ങി പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങുന്ന ഒരാള്. ഇവർക്ക് സക്കാത്ത് നൽകുന്നതിൽ വിരോധമില്ല. കാരണം അവർ അവിടെ കടം വാങ്ങുന്നത് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങുന്ന ഒരാള് അയാൾ കടം വാങ്ങിയിരിക്കണം. അല്ലാണ്ട് സ്വന്തം കീശയിൽ നിന്ന് പൈസ ഇറക്കി അങ്ങനെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരാള്, അയാൾക്ക് സക്കാത്ത് നൽകാൻ നമുക്ക് പറ്റില്ല. കാരണം അത് അയാളുടെ ഹദിയാണ്. പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി, പൊതു മുസ്ലിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കടം വാങ്ങിയിട്ടാണ് പൈസ ചെലവഴിക്കുന്നത് എങ്കിൽ കടക്കാരൻ എന്ന വിഷയത്തിൽ, എന്ന ഗണത്തിൽ നമുക്ക് അദ്ദേഹത്തിനും സക്കാത്ത് നൽകുന്നതിൽ വിരോധമില്ല. അടുത്തതായി യാത്രക്കാരൻ, ഇബ്നു സബീൽ. യാത്രക്കാരൻ എന്ന് പറഞ്ഞാൽ അനുവദനീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന ആള്. ഇതിൽ നാം എത്രയാണ് നൽകേണ്ടത്? യാത്രയ്ക്ക് ആവശ്യമായ ചെലവ് മാത്രമേ ഇയാൾക്ക് നൽകാൻ പറ്റൂ. അതുതന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ യാത്രയ്ക്ക് ആവശ്യമായ മുഴുവൻ പണങ്ങളും ഇല്ലാത്ത അവസ്ഥയിൽ മാത്രമേ ഇദ്ദേഹത്തിനും സക്കാത്ത് നൽകാൻ നമുക്ക് പറ്റുന്നുള്ളൂ. ഇങ്ങനെ 5 വിഭാഗങ്ങൾക്കാണ് ഇന്ന് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് സക്കാത്ത് നൽകാൻ സാധിക്കുന്നത്. മറ്റു 3 വിഭാഗങ്ങൾ അവർ ഇന്നത്തെ സാഹചര്യത്തിൽ നിലവിലില്ല. അങ്ങനെ അവർ ഞങ്ങൾ അവകാശികളാണെന്ന് ഈ പറഞ്ഞ വിഭാഗത്തിൽ, ഉദാഹരണം ഫീ സബീലില്ലാഹ് എന്ന വിഷയത്തിൽ നമുക്കറിയാം, പലരും മതസംഘടനകൾക്ക്, അതല്ലെങ്കിൽ മതസ്ഥാപനങ്ങൾക്ക്, അതല്ലെങ്കിൽ ജിഹാദാണെന്ന് പറഞ്ഞ് എഴുത്ത്, പ്രസംഗം, ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ സക്കാത്തിന്റെ വിഹിതം കൈപ്പറ്റുന്നവർ. അതൊരിക്കലും ശരിയാവില്ല. അങ്ങനത്തെ സംരംഭങ്ങൾക്ക് നാം സക്കാത്തിന്റെ മുതൽ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുകയുമില്ല. ഇനി സക്കാത്ത് എങ്ങനെയാണ് നൽകേണ്ടത്? 3 വിധത്തിൽ നമുക്ക് സക്കാത്ത് വിതരണം ചെയ്യാം. ഒന്ന്, അവന്റെ ധനത്തിന്റെ സക്കാത്ത് അവൻ സ്വയം തന്നെ വിതരണം ചെയ്യാം. രണ്ടാമത്തേത്, പകരം മറ്റൊരാളെ ഏൽപ്പിക്കാം. മൂന്നാമത്തേത്, മുസ്ലിം ഭരണാധികാരിയെ ഏൽപ്പിക്കാം. ഈ മൂന്നാമത് പറഞ്ഞ മുസ്ലിം ഭരണാധികാരിയെ ഏൽപ്പിക്കുക എന്ന ഒരു ഓപ്ഷൻ ഇന്നില്ല. കാരണം അങ്ങനൊരു ഭരണാധികാരി ഇന്ന് നിലവിലില്ല. പിന്നെയുള്ളത്, ഒന്നുകിൽ അവൻ നേരിട്ട് വിതരണം ചെയ്യുക. അതാണ് മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനേക്കാൾ നല്ലത്. കാരണം മറ്റൊരാളെ ഏൽപ്പിക്കുന്ന സമയത്ത് ആ ഏൽപ്പിക്കപ്പെടുന്ന ആള് അത് ആർക്ക് വിതരണം ചെയ്യുന്നു എന്നതുകൂടെ നാം ശ്രദ്ധിക്കണം.
അർഹതപ്പെട്ടവർക്കല്ല ആ സക്കാത്ത് വിതരണം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മേൽ നിന്നും ഉത്തരവാദിത്വം നീങ്ങുന്നില്ല, ഉത്തരവാദിത്വം നീങ്ങുകയുള്ളൂ. ഇനി ആ ഏൽപ്പിക്കപ്പെട്ട ആള് അദ്ദേഹം സക്കാത്ത് അർഹതപ്പെടാത്തവർക്ക്, അർഹരല്ലാത്തവർക്ക് വിതരണം ചെയ്തു കഴിഞ്ഞാൽ അത് അവനിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ കഴിയുമെങ്കിൽ അവൻ നേരിട്ട് തന്നെ തിരിച്ചു വാങ്ങണം. അതല്ല, അതിന് സാധിക്കില്ലെങ്കിൽ തന്റെ സ്വന്തം ധനത്തിൽ നിന്ന് ആ സക്കാത്തിന്റെ അതേ അളവ് ഇവൻ പിന്നെയും വിതരണം ചെയ്യേണ്ടി വരും. മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയം, ഏൽപ്പിക്കപ്പെടുന്നത് നിർണയിക്കപ്പെട്ട വ്യക്തികളായിരിക്കണം. ഒരു പൊതുസമൂഹത്തെ ഒന്നായിട്ട് ഏൽപ്പിക്കാൻ പറ്റില്ല. സക്കാത്ത് കമ്മിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനകൾ മുന്നോട്ട് വന്നിട്ട് സക്കാത്ത് എല്ലാവരും ഒരുമിച്ച് കൂട്ടി വാങ്ങി ഇവരെ ഏൽപ്പിച്ചാൽ അതൊരിക്കലും ശരിയാവില്ല. കാരണം ഏൽപ്പിക്കുന്നതിൽ നിർബന്ധമായൊരു കാര്യമാണ് ഒരു നിർണയിക്കപ്പെട്ട വ്യക്തികളെ തന്നെ ഏൽപ്പിക്കണം എന്നുള്ളത്. അതിന് 2-3 ആളാണെങ്കിലും ആളുകൾ നിർണിതമായിരിക്കണം. ഒരു കമ്മിറ്റിയെ ഒന്നായിട്ട് ഏൽപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയാവുകയില്ല. ഇങ്ങനെ 3 രീതികളാണ് സക്കാത്ത് വിതരണത്തിനുള്ളത്. അതിൽ ഇന്ന് നമുക്ക് വിതരണം ചെയ്യാൻ പറ്റുന്നത് 2 വിഭാഗം, 2 രൂപത്തിലാണ്. അതിൽ തന്നെ ഏറ്റവും നല്ല രൂപം സക്കാത്തിന്റെ മുതലിന്റെ ഉടമ നേരിട്ട് വിതരണം ചെയ്യലുമാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സക്കാത്ത് എവിടെ വിതരണം ചെയ്യണം, എവിടെ വിതരണം ചെയ്യണം. ധനത്തിന്റെ സക്കാത്ത് ആ ധനമുള്ളിടത്ത്, ശരീരത്തിന്റെ സക്കാത്ത് ആ ശരീരമുള്ളിടത്ത്. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ ഫിത്ർ സക്കാത്ത് ഉറൂബിന്റെ സമയത്ത്, അന്ന് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആ ശരീരം എവിടെയാണോ ഉള്ളത് അവിടെയാണ് ആ സക്കാത്ത് കൊടുക്കേണ്ടത്. ആ കൊടുക്കുന്ന നാട്ടിൽ ആരൊക്കെയുണ്ടോ അതിൽ അർഹരായവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അത് വാങ്ങുകയും ചെയ്യാം. ആ നാട്ടുകാരൻ തന്നെ ആയിക്കൊള്ളണം എന്നില്ല. ഇങ്ങനെയാണ് വിതരണം ചെയ്യേണ്ട സ്ഥലം. എന്നാലും നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ അത്യാവശ്യ ഘട്ടം വരികയാണെങ്കിൽ നമുക്ക് സക്കാത്ത് അന്യനാടുകളിൽ വിതരണം ചെയ്യാം എന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പിന്നെ വിതരണത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, സക്കാത്ത് വിതരണം ചെയ്യുന്ന സമയത്ത് ആ നാട്ടിലുള്ള ആളുകൾക്കാണ് അത് വിതരണം ചെയ്യേണ്ടത്. ഒരിക്കലും മറുനാട്ടിലേക്ക് നീക്കം ചെയ്യാൻ പാടില്ല. ആ നാട്ടിൽ ആ സമയത്ത് ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ അത് സ്വീകരിക്കുന്നതിൽ വിരോധവുമില്ല. പിന്നെ പൊതുവെ സംശയം വരുന്ന ഒരു വിഷയമാണ് സംഘടിത സക്കാത്ത് എന്നുള്ളത്. നാം നേരത്തെ സൂചിപ്പിച്ചു, സക്കാത്ത് നൽകുന്നതിൽ 2ാമത്തെ രൂപമാണ് വക്കാലത്ത്, മറ്റൊരാളെ ഏൽപ്പിക്കുക എന്നുള്ളത്. ആ ഏൽപ്പിക്കുന്നതിൽ നാം നിബന്ധനകളും പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഒരു നിർണയിക്കപ്പെട്ട വ്യക്തികളെ ആയിരിക്കണം നാം ആ സക്കാത്ത് വിതരണം ചെയ്യാൻ ഏൽപ്പിക്കേണ്ടത്. എന്നാൽ സംഘടിത സക്കാത്തിൽ അങ്ങനെ ഒരാൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ സമ്മതിക്കാം, ഇല്ലെങ്കിൽ ആ സക്കാത്ത് വിതരണം ചെയ്യാൻ സംഘടിത മതസംഘടനകൾക്ക് അതല്ലെങ്കിൽ സക്കാത്ത് കമ്മിറ്റികൾക്ക് ഏൽപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. അങ്ങനെ ഏറ്റെടുക്കുന്നതിന്റെ പേരിൽ ആ കമ്മിറ്റിക്ക് നാം ആമിലൂന അലൈഹ, ആ സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്ന അവർ സക്കാത്ത് വിതരണത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കപ്പെട്ടത്. അവിഷയകമായി ആർക്കെങ്കിലും വല്ല സംശയങ്ങളുണ്ടെങ്കിൽ അത് എഴുതി ഇവിടെ വളണ്ടിയേഴ്സിനെ ഏൽപ്പിക്കുക. നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കാറായിട്ടുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അൽഹംദുലില്ലാ,
വളരെ പ്രസക്തമായ പല ചോദ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആദ്യമാദ്യം നമുക്ക് ചർച്ച ചെയ്യാം. ചോദ്യം: ഖിറാദ്, ഷിർക്കത്ത് എന്നീ ഇടപാടുകളിന്റെ പങ്കാളികളെല്ലാം കൊടുക്കേണ്ടതുണ്ടോ? ഖിറാദ്, ഷിർക്കത്ത് എന്നതിന്റെ സക്കാത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. വിശദീകരിക്കാം. ഖിറാദ് എന്ന് പറഞ്ഞാൽ കൂട്ടുകച്ചവടം. അതിലുള്ള സമ്പത്ത് മുഴുവൻ ഒരാൾ ഇറക്കുന്നു, ഒരാളെ കൂലിക്ക് വിളിക്കുന്നു. ഒരാളെ കൂലിക്ക് വിളിച്ച് ഒരു മുതലാളി മുഴുവൻ സമ്പത്തും ഇറക്കി ഒരാളെ കൂലിക്ക് വിളിച്ച് നടത്തുന്ന കച്ചവടത്തിനാണ് അറബ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കച്ചവടം നടക്കുന്നത്. ഈ ഒരു കച്ചവട രീതിയിൽ സക്കാത്ത് നൽകേണ്ടത് അതിന്റെ ഉടമയാണ്. സമ്പത്ത് മുഴുവൻ ആ കച്ചവടത്തിന് വേണ്ടി ഇറക്കിയത് ആ ഉടമയാണ്. അതുകൊണ്ട് തന്നെ ആ ഉടമയാണ് നൽകേണ്ടത് എന്നാണ് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്റെ തുഹ്ഫയിൽ രേഖപ്പെടുത്തിയ പ്രബലാഭിപ്രായം. രണ്ടാമത്തെ ചോദ്യം ഷിർക്കത്തിനെ കുറിച്ചാണ്. ഷിർക്കത്തിനെ കുറിച്ച് നമ്മൾ വിഷയാവതരണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഷിർക്കത്ത് എന്ന് പറഞ്ഞാൽ ഷെയർ എടുത്ത് നടത്തുന്ന കച്ചവടം. രണ്ടാളോ രണ്ടിലധികമോ ആളുകൾ സമ്പത്ത് കച്ചവടത്തിൽ ഇറക്കി നടത്തുന്ന കച്ചവട രീതിയാണ് ഷിർക്കത്ത്. ഇതിലുള്ള കച്ചവടത്തെക്കുറിച്ച് നാം സൂചിപ്പിച്ചു. രണ്ടാളുടെ തുക കൂട്ടിയിട്ട് 595 ഗ്രാമോ അതിലധികമോ ലഭിച്ചാൽ തന്നെ സക്കാത്ത് നൽകണം. ഓരോരുത്തരും നൽകേണ്ടത് അവനവന്റെ വിഹിതം അനുസരിച്ചുള്ള സക്കാത്താണ്. ഇനി ഒരാൾക്ക് തന്നെ മറ്റൊരാളുടെ സമ്മതമില്ലെങ്കിൽ തന്നെ അയാളുടെ സമ്പത്ത് എടുത്തു കൊടുക്കാവുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നാം മുമ്പ് വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചു, സക്കാത്ത് നൽകേണ്ടത് ഒരു മുസ്ലിമാണ് നൽകേണ്ടത്. അമുസ്ലിമായ ഒരു വ്യക്തി കൂടി ഈ കച്ചവടത്തിൽ ഷെയറായിട്ടുണ്ടെങ്കിൽ അയാളുടെ കച്ചവട ചരക്കിനെ അയാളുടെ ഷെയറിനെയും ഈ ഒരു സക്കാത്ത് നിർബന്ധമാകുന്നതിലോ സക്കാത്തിലോ അയാളുടെ കച്ചവട ഷെയറിനെ പരിഗണിക്കേണ്ടത് മുസ്ലിം ആവൽ ഇതിനൊരു ഷർത്തായിട്ട് മുമ്പ്. അതുപോലെ തന്നെ മുസ്ലിങ്ങളായ വിഹിതമുടമകളുടെ കച്ചവട ചരക്കാണ്. ഒരു വർഷം ചരക്കിന് വിൽക്കുന്ന വിലയാണോ അത് വാങ്ങിയ വിലയാണോ പരിഗണിക്കപ്പെടുന്നത്? വിൽക്കുന്ന വിലയോ വാങ്ങിയ വിലയോ അല്ല പരിഗണിക്കപ്പെടുന്നത്. ഈ രണ്ട് വിലയുമല്ല പരിഗണിക്കപ്പെടുന്നത്, മറിച്ച് മാർക്കറ്റ് വിലയാണ് പരിഗണിക്കപ്പെടുന്നത്. ഇയാൾക്ക് ചിലപ്പോൾ തന്റെ പരിചയക്കാരനായത് കാരണം വളരെ ഏറ്റവും വില കുറഞ്ഞ രൂപത്തിൽ ലഭിച്ചിട്ടുണ്ടാവും. അതോ ഇയാൾ വിറ്റത് ഏറ്റവും ടോപ്പ് ലെവലിലായിരിക്കും. അതോ അല്ല പരിഗണിക്കപ്പെടേണ്ടത്. അയാൾ പരിഗണിക്കേണ്ടത് മാർക്കറ്റ് വില എത്രയാണോ അത് വെച്ചാണ് വില കെട്ടേണ്ടത്. അടുത്ത ചോദ്യം: കച്ചവടം വെള്ളിയുടെ കണക്കിനാണ് നിശ്ചയിക്കേണ്ടത് എന്നതിന്റെ തെളിവെന്താണ്? മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്റെ തുഹ്ഫയിൽ മിൻഹാജിന്റെ മത്തിൻ രേഖപ്പെടുത്തുന്നു. തുഹ്ഫ 3-ാം വാള്യം 301-ാം പേജിൽ നമുക്ക് കാണാൻ കഴിയും. കച്ചവടത്തിലെ ചരക്ക് അത് വില കിട്ടുന്ന സമയത്ത് 595 ഗ്രാം വെള്ളിക്കോ അല്ലെങ്കിൽ 85 ഗ്രാം സ്വർണത്തിനോ തുല്യമാവുന്നുവെങ്കിൽ ഏതെങ്കിലും ഒന്നിന് തുല്യമായാൽ ആ തുല്യമായ കണക്ക് ഏതാണോ അത് വെച്ച് നൽകേണ്ടതാണ്. 85 ഗ്രാം സ്വർണത്തിനോ 595 ഗ്രാം വെള്ളിക്കോ രണ്ടാൽ ഒന്നിന് സമമാവുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ പരിഗണിക്കേണ്ടതാണ്. ഇന്ന് നമുക്കൊക്കെ അറിയാം, വെള്ളിക്ക് 25,000 ചുവട മതി. പക്ഷേ സ്വർണത്തിന് 2,25,000 അടുത്ത് വേണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളിയുടെ കണക്കായി തീരും. അതുകൊണ്ട് തന്നെ അതിനെ പരിഗണിക്കണമെന്ന് തുഹ്ഫ 3-ാം വാള്യം 301-ാം പേജിൽ പറയുന്ന ഇബാറത്തനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത ചോദ്യം: കച്ചവടം തുടങ്ങിയ വർഷം ഓർമ്മയില്ലെങ്കിൽ വർഷം എങ്ങനെ കണക്കാക്കും? നമ്മളൊക്കെ മനസ്സിലാക്കണം, സക്കാത്ത്
നാം കൊടുക്കേണ്ട, അള്ളാഹുവിന് കൊടുക്കേണ്ട, അള്ളാഹു നമ്മളോട് കൽപ്പിച്ച ഒരു ബാധ്യതയാണ്. നമ്മൾ ആ ബാധ്യതയിൽ നിന്ന് പൂർണ്ണമായി മുക്തമാകാനും നാം ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ വർഷം ഓർമ്മ വരുന്നില്ലെങ്കിൽ അയാൾ വർഷം വളരെ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതായിരുന്നു. നിസ്കാരത്തിൽ നാം നിസ്കാരത്തിന്റെ സമയം നാം അതിൽ വളരെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് പോലെ കച്ചവടത്തിന്റെ വർഷത്തെയും നാം പരിഗണിക്കേണ്ടതായിരുന്നു. പക്ഷേ അയാൾ മറന്നു കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യുക എന്നതാണ് ചോദ്യം. അങ്ങനെ മറന്നു കഴിഞ്ഞാൽ പരമാവധി ഏത് മുതലായിരിക്കും അയാൾ തുടങ്ങിയത് എന്നതിനെ പരിഗണിച്ച് അത് മുതൽ കച്ചവട വർഷം പരിഗണിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, അനന്തരമായി ലഭിച്ച കച്ചവടത്തിലെ സക്കാത്തിന്റെ രൂപം ഒന്നുകൂടി വിശദീകരിക്കാമോ? നാം മുമ്പ് വിശദീകരിച്ചു. കച്ചവടത്തിലെ സക്കാത്തിന്റെ 6 നിബന്ധനകളിൽ ഒന്നാമതായി വിശദീകരിച്ചത് വല്ലതും പകരം നൽകി സ്വീകരിച്ചതായിരിക്കണം. അതുകൊണ്ട് തന്നെ അനന്തരമായി ലഭിച്ച സ്വത്തിന് സക്കാത്തില്ല. പക്ഷെ ഇവിടെ നമുക്ക് മഹാന്മാർ വ്യക്തമാക്കിയത് കാണാം. ഫതഹുൽ മുഈനിൽ തന്നെ ഈ ഒരു അയാൾ അതിൽ ക്രയവിക്രയം തുടങ്ങിയാൽ അയാൾ ക്രയവിക്രയം തുടങ്ങിയ അന്നു മുതൽ, അയാൾ ഇടപാട് തുടങ്ങിയ അന്നു മുതൽ കച്ചവട വർഷം പരിഗണിക്കപ്പെടും. അതുമുതൽ മുഹറം 1-നാണ് അയാൾ കച്ചവടം തുടങ്ങിയതെങ്കിൽ അടുത്ത മുഹറം 1-ന് അവിടെ കച്ചവട വർഷം പരിഗണിക്കപ്പെടും. അയാൾ അന്ന് അടുത്ത മുഹറം മുതൽ കച്ചവടം നൽകേണ്ടി വരും. അല്ലാതെ പിതാവ് മരിച്ചത് മുതലുള്ള ദിവസമോ അല്ലെങ്കിൽ പിതാവ് കച്ചവടം തുടങ്ങാൻ മുതലോ അല്ല പരിഗണിക്കേണ്ടത്. ഈ വ്യക്തി എന്ന് മുതലാണ് അതിൽ ഇടപെടുന്നത്, അത് മുതലാണ് കച്ചവട വർഷം പരിഗണിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം, അനന്തരം ലഭിക്കുന്നതിന് മുമ്പ് സക്കാത്ത് കൃത്യമായി കൊടുത്തിട്ടില്ലെങ്കിൽ അനന്തരാവകാശികൾ ഉത്തരവാദിയാകുമോ, അതോ അത് മെയിൻറ്റ് ചെയ്യാതിരിക്കുകയാണോ വേണ്ടത്? വാപ്പ നൽകാത്ത സക്കാത്തിനെ മക്കൾ ഒഴിവാക്കുകയാണോ വേണ്ടത് എന്നാണ് ചോദ്യം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മയ്യിത്ത് പരിപാലനം നടത്തുന്നതിന് മുമ്പ് തന്നെ അയാളുടെ സ്വത്തിൽ നിന്ന് പരിഗണിക്കേണ്ടതാണ് അയാൾ നൽകാനുള്ള കടം. അയാൾ അല്ലാഹുവിന് നൽകാനുള്ള കടവും സൃഷ്ടികൾക്ക് നൽകാനുള്ള കടവും പരിഗണിക്കപ്പെടണം. അല്ലാഹു നിർദ്ദേശിച്ച അല്ലാഹുവിന് അയാൾ നൽകാനുള്ള ബാധ്യതയായിട്ടുള്ളതാണ് സക്കാത്തിലെ സക്കാത്ത്. അതും അയാളുടേത് വീട്ടേണ്ടതായിരുന്നു. അതും വീട്ടിക്കഴിഞ്ഞതിന് മാത്രമേ അനന്തരാവകാശികൾക്കുള്ള സ്വത്ത് തന്നെ ലഭിക്കുകയുള്ളൂ. ഒരാൾ സക്കാത്ത് നൽകാനുണ്ടെങ്കിൽ അത് വീട്ടാതെ അനന്തരാവകാശികൾ അത് ആ മുതൽ വീതിച്ചെടുക്കുകയാണെങ്കിൽ അപ്പോഴും പിതാവിന്റെ സക്കാത്ത് വീഴാതെ അവിടെ കിടക്കുന്നു. അത് മക്കൾക്ക് ഹലാലാവുകയുമില്ല. അത് പാവങ്ങളുടെ അവകാശമാണ്. പാവങ്ങളുടെ അവകാശം പാവങ്ങളിലേക്ക് എത്തിക്കാൻ ഇവൻ ബാധ്യസ്ഥനാണ്. അത് മെയിൻറ്റ് ചെയ്യാതെ അത് ഒഴിവാക്കാൻ പറ്റുന്നൊരവസ്ഥ ഇസ്ലാമിൽ. അടുത്ത ചോദ്യം, എന്തിനാണ് കച്ചവടത്തിലെ സക്കാത്തിൽ 6 നിബന്ധനകൾ സമർത്ഥിച്ചത്? നിങ്ങൾ പറഞ്ഞ 3-ൽ തന്നെ മറ്റ് 2 നിബന്ധനകൾ കൂടി പെടുന്നില്ലേ എന്നാണ് ചോദ്യം. വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ അധിക കിതാബുകളിലും വിശദീകരിച്ചത് 2 ഷർത്തുകളാണ് വിശദീകരിച്ചത്. വർഷം തികയുക എന്നതും നിസാബ് പൂർത്തിയായ കച്ചവടത്തിലുള്ള 595 ഗ്രാമോ അതിലധികമോ ഉണ്ട് എന്ന ഷർത്താണ് വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ വിശദീകരണം എളുപ്പമാകാൻ വേണ്ടി മഹാനായ അമീർ ഖുർദി റഹ്മഹുല്ലാ തന്റെ തൻവീറുൽ ഖുലൂബിൽ സ്വീകരിച്ച 6 നിബന്ധനകളാണ് ഇവിടെ വിശദീകരിച്ചത്. തൻവീറുൽ മഹാനായ ഇമാം ഖുർദി ആ നിബന്ധനകൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ രൂപത്തിലാണ് പൊതുജനങ്ങൾക്ക് വളരെ കൃത്യമായി ഇതിന്റെ നിബന്ധനകൾ മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനൊരു രീതി സ്വീകരിച്ചത്. അടുത്ത ചോദ്യം, കച്ചവട ചരക്കുകൾ വില കെട്ടുമ്പോൾ ഏത് വിലയാണ് പരിഗണിക്കേണ്ടത്? അത് നാം വിശദീകരിച്ചു കഴിഞ്ഞു. വാങ്ങിയ വിലയോ അല്ല, വിൽക്കുന്ന വിലയോ അല്ല പരിഗണിക്കേണ്ടത് മാർക്കറ്റാണ്.
ഒരു പറമ്പ് കച്ചവടാവശ്യാർത്ഥം വാങ്ങി, ഒരു വർഷമായിട്ടും കച്ചവടം നടന്നില്ല. അതിന്റെ സക്കാത്ത് എങ്ങനെ കൊടുക്കണം? കച്ചവടം എന്ന ഉദ്ദേശപ്രകാരം ഒരാൾ പറമ്പ് വാങ്ങിക്കഴിഞ്ഞാൽ പറമ്പ് എന്നാണോ വർഷം തികയുന്നത് അന്ന് അയാളുടെ കീഴിൽ അയാളുടെ അടുത്ത് അയാളുടെ ഉടമസ്ഥതയിൽ എത്ര പറമ്പുകളുണ്ടോ അതിനൊക്കെ മാർക്കറ്റ് വില അനുസരിച്ച് വില കെട്ടി അത് 595 ഗ്രാമിന് അതിന്റെ ശതമാനം നൽകേണ്ടി വരും. 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ 25,000 രൂപ നൽകണം. 1 കോടി രൂപ വെച്ചാൽ അതിന് മറ്റൊന്നായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതിന് ഈ കച്ചവടത്തിന് വില കിട്ടുന്ന സമയത്ത് അതിനെ പരിഗണിക്കേണ്ടതുമില്ല. അതിൽ നിന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കച്ചവടം തന്നെ ഉപയോഗിക്കുന്നു എന്ന ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് കച്ചവടം തന്നെ പരിഗണിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, കച്ചവടത്തിൽ നിന്ന് സ്വന്തം ചെലവിനും ചികിത്സക്കും എടുക്കുന്ന പണം എങ്ങനെയാണ് കണക്കാക്കുക? അങ്ങനെ പണം എടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ സ്വന്തം ചെലവിനും ആവശ്യങ്ങൾക്ക് വേണ്ടി അതിൽ നിന്ന് പണം എടുത്തു കഴിഞ്ഞാൽ വർഷാവസാനം വില കിട്ടുന്ന സമയത്ത് ആ പണം അതിലുണ്ടാവൂല. അതുകൊണ്ട് തന്നെ അതിന് വില കെട്ടേണ്ട അവസ്ഥയും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ കടയുടെ ആവശ്യത്തിന് വേണ്ടി ഒരുപാട് വാർഷിക ചെലവുകൾ ഉണ്ടാകും. പരസ്യത്തിനുള്ള ഒരുപാട് പണം കൊടുക്കാനുണ്ടാവും, ജോലിക്കാർക്ക് ഒരുപാട് പണം കൊടുക്കാനുണ്ടാവും, നികുതി കൊടുക്കാനുണ്ടാവും, വാടകയുടെ തുക കൊടുക്കാനുണ്ടാവും. ഇങ്ങനെ ഒരുപാട് ചെലവുകൾ ഒരു കടക്ക് വരുന്നുണ്ട്. ആ വസ്തുക്കളൊക്കെ, ആ ചെലവുകളൊക്കെ വർഷം തികയുന്നതിന് മുമ്പ് തന്നെ പരമാവധി കൊടുക്കാൻ ശ്രമിക്കണം. വർഷം തികയുന്നതിന് മുമ്പ് അതൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതിനെയൊക്കെ ഇവിടെയും പരിഗണിക്കേണ്ടി വരും. വർഷം തികയുന്ന അന്ന് എത്ര രൂപയാണ് അയാളുടെ കയ്യിലുള്ളത്, ഏത് ചരക്കാണ് അയാളുടെ കയ്യിലുള്ളത്, അതൊക്കെ വില കെട്ടി നൽകണം. മുമ്പ് ഞാൻ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അതൊക്കെ അതിനു മുമ്പ് തന്നെ നൽകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വർഷം തികയുന്നതിന്റെ തലേന്ന് തന്നെ വളരെ പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ കൊടുത്തുവിട്ടാൻ നാം ശ്രമിക്കണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ വർഷം പരിഗണിക്കുന്ന സമയത്ത്, വില കെട്ടുന്ന സമയത്ത് പരിഗണിക്കേണ്ടി വരും. അടുത്ത ചോദ്യം, ഹോട്ടലുടമ സക്കാത്ത് കൊടുക്കണം, എന്നാൽ വർഷാവസാനം എന്തൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് കണക്കെടുപ്പിൽ ഉൾപ്പെടുത്തേണ്ടത്? നാം സൂചിപ്പിച്ചിട്ടുണ്ട്. ഹോട്ടലുടമ കച്ചവടാവശ്യത്തിന് വേണ്ടിയിട്ട് കച്ചവടത്തിന് വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി, മൈദയും അനുബന്ധ സാധനങ്ങളും കോഴിയും അനുബന്ധ സാധനങ്ങളും അതൊക്കെ വില കെട്ടണം. അല്ലാതെ പൊറാട്ടക്കല്ലിനോ അല്ലെങ്കിൽ കടയിലുള്ള പ്ലേറ്റിനോ ഗ്ലാസിനോ അയാൾ വില കെട്ടേണ്ടതില്ല. അയാൾ വില കെട്ടേണ്ടത് കച്ചവടത്തിന് വേണ്ടി എന്തുപയോഗിക്കുന്നു അതിന് വില കെട്ടിയിട്ട് അതിന് 595 ഗ്രാം ഉണ്ടോ ഇല്ലേ എന്നാണ് പരിഗണിക്കേണ്ടത്. അടുത്ത ചോദ്യം, വിദേശത്ത് തുടങ്ങിയ കച്ചവടത്തിന്റെ സക്കാത്ത് ആ നാട്ടിലാണോ കൊടുക്കേണ്ടത് അതല്ല സ്വദേശത്താണോ കൊടുക്കേണ്ടത്? ലത്തീഫ് കോണിയത്ത്. വിദേശത്ത് തുടങ്ങിയ കച്ചവടത്തിന്റെ സക്കാത്ത് വിദേശത്ത് തന്നെയാണ് കൊടുക്കേണ്ടത്. ഗൾഫിലുള്ള കച്ചവടത്തിന്റെ സക്കാത്ത് ഒരാൾ നൽകേണ്ടത് ഗൾഫിൽ തന്നെയാണ്. മദ്രാസിലുള്ള കച്ചവടത്തിന്റെ സക്കാത്ത് നൽകേണ്ടത് മദ്രാസിലാണ്. പ്രബല അഭിപ്രായ പ്രകാരം അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടിലും സക്കാത്ത് നൽകിയാൽ തന്നെ അത് കൂടുമെന്ന അഭിപ്രായവും ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അടുത്ത ചോദ്യം, അക്ഷയ സെന്റർ പോലുള്ള ജനങ്ങൾക്ക് സർവീസ് നൽകുന്ന സ്ഥാപനങ്ങൾക്ക് എങ്ങനെയാണ് സക്കാത്ത് നിർണ്ണയിക്കുക? അതിലെ മുതൽ മുടക്ക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായതിനാൽ അതിനെങ്ങനെയാണ് വില കെട്ടേണ്ടത്? അക്ഷയ പോലുള്ള സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിൽ വിൽക്കുന്ന വസ്തു
അവിടെ നൽകുന്ന വസ്തു ഒരിക്കലും അയാൾ വില കൊടുത്തു വാങ്ങിയതല്ല, അയാൾ സ്വയം നിർമ്മിക്കുകയാണ്, അയാൾ ടൈപ്പ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് എടുക്കുകയാണ്. അയാൾ ഒരിക്കലും വില കൊടുത്തു വാങ്ങിയ സാധനമല്ല വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സർവീസ് സ്ഥാപനങ്ങൾക്ക് സക്കാത്ത് ഉണ്ടാകില്ല. പക്ഷേ അങ്ങനെ ലഭിക്കുന്ന സ്വത്ത് ഒരാൾ 595 ഗ്രാമോ അതിലധികമോ വില വരുന്ന സ്വത്ത്, അങ്ങനെ ലാഭം കൊണ്ട് ലഭിച്ച സ്വത്ത് അയാൾ ഒരു വർഷം സൂക്ഷിച്ചു വെച്ചാൽ അതിൽ നാണയത്തിലെ സക്കാത്ത് വരുമെന്ന കാര്യം മറക്കരുത്. ഇന്ന് വളരെ വ്യാപകമായിട്ട് ഒരുപാട് ആളുകൾ അതിൽ നിന്ന് ലഭിക്കുന്ന സ്വത്ത് ബാങ്കിലോ മറ്റോ നിക്ഷേപിക്കും. അങ്ങനെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം തികയുന്ന സമയത്ത് സക്കാത്ത് നൽകേണ്ടി വരും. സ്വകച്ചവർക്കിലാണ് വേണ്ടത്. ലാഭത്തുകയല്ലേ നിസാബിനായി പരിഗണിക്കേണ്ടത്? രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം. ലാഭത്തുകയിൽ നിസാബ് പരിഗണിക്കേണ്ടത് നാം വില കെട്ടേണ്ട ആറാമത്തെ നിബന്ധന പറഞ്ഞത് വില കെട്ടുന്ന സമയത്ത് 590 ഗ്രാം തുല്യമോ അതിലധികമോ ഉണ്ടെങ്കിൽ സക്കാത്ത് നൽകണം. അതിൽ വില കെട്ടുന്ന സമയത്ത് പരിഗണിക്കേണ്ടത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. 1, കച്ചവട ചരക്കും പരിഗണിക്കണം. 2, കിട്ടാനുള്ള കടങ്ങൾ പരിഗണിക്കണം. 3, ലാഭവും പരിഗണിക്കണം. ലാഭത്തുകയല്ലേ നിസാബിനായി പരിഗണിക്കേണ്ടത് എന്നത് ശരിയല്ല. ലാഭത്തുകയല്ലേ പരിഗണിക്കേണ്ടത്. ഇത് 3 വില കെട്ടി അതിന് സക്കാത്ത് നൽകാനുള്ള വിഹിതമുണ്ടോ ഇല്ലേ എന്നാണ് പരിഗണിക്കേണ്ടത്. അതിലെ ആദ്യ ചോദ്യം, ജ്വല്ലറി സ്വർണ്ണ കച്ചവടക്കാർ എന്തിലാണ് സക്കാത്ത് നൽകേണ്ടത്? നാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ജ്വല്ലറി കച്ചവടക്കാരൻ കച്ചവടം ചെയ്യുന്ന സമയത്ത് 2 രീതിയിലുള്ള സക്കാത്തുകൾ അയാൾക്ക് വരുന്നുണ്ട്. 1 കച്ചവടത്തിലെ സക്കാത്ത്, മറ്റൊന്ന് നാണയത്തിലെ സക്കാത്ത്. സ്വർണം വെള്ളി എന്നതിലെ സക്കാത്തും കച്ചവടത്തിലെ സക്കാത്തും എന്നീ 2 സക്കാത്തുകൾ അയാൾക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഏതിന്റെ വർഷം തികയുന്നോ, കച്ചവടത്തിന്റെ വർഷമാണ് ആദ്യം തികയുന്നതെങ്കിൽ കച്ചവട വർഷം തന്നെ പരിഗണിക്കണം. ഉദാഹരണത്തിന്, ഒരാളുടെ കയ്യിൽ ഒരാൾക്ക് കടമായിട്ട് ഒരാൾക്ക് ഒരു 85 ഗ്രാം ഒരാൾക്ക് ലഭിക്കാനുണ്ട്. 85 ഗ്രാം തങ്കമായിട്ട് തന്നെ ഒരാൾക്ക് ലഭിക്കാനുണ്ട്. കടമായിട്ടാണ് ലഭിക്കാനുള്ളത്. മുഹറമിൽ കടം കൊടുത്തതാണ്. അങ്ങനെ അയാൾക്കത് ലഭിക്കുന്നത് റമളാനിലാണ്. റമളാൻ 1 അത് അയാൾക്ക് ലഭിച്ചു. റമളാൻ 10 അത് അയാൾ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 85 ഗ്രാം വരുന്ന തങ്കം അയാൾ കച്ചവടത്തിന് ഉപയോഗിക്കുന്നത് റമളാൻ 10 അയാളുടെ വരുന്ന മുഹറമിൽ തന്നെ അയാൾക്ക് അവിടെ സക്കാത്ത് നിർബന്ധമാകുന്നുണ്ട്. കാരണം അയാൾക്ക് അവിടെ നാണയത്തിലെ സക്കാത്ത് ആദ്യം കടന്നു വരും. ഇനി തിജാറത്തിലെ കച്ചവടത്തിലെ സക്കാത്താണ് ആദ്യം കടന്നു വരുന്നതെങ്കിൽ അതിനെ നൽകണം. ആദ്യ വർഷം ഏത് വരുന്നോ അതിൽ കച്ചവടമാണോ നാണയമാണോ വരുന്നത്, അതിൽ ആദ്യം വരുന്നത് ഏതാണോ അതിനെ പരിഗണിക്കും. ഇനി വർഷങ്ങളിലൊക്കെ അതിനുശേഷമുള്ള വർഷങ്ങളിലൊക്കെ നാണയത്തിലെ സക്കാത്താണ് പരിഗണിക്കേണ്ടത്. കാരണം കച്ചവടത്തിലെ സക്കാത്ത് വരുന്നത് നാണയത്തിലെ സക്കാത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തേണ്ടത് നാണയത്തിലെ സക്കാത്താണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഏത് വർഷം വരുന്നോ അതിനെ ആദ്യം പരിഗണിക്കണം. പിന്നീട് വരുന്ന വർഷങ്ങളിലൊക്കെ നാണയത്തിലെ സക്കാത്തിനെ പരിഗണിച്ചാണ് കൊടുക്കേണ്ടത്. കച്ചവടത്തിനും മറ്റൊരു ചോദ്യം, കച്ചവടത്തിനും കറൻസിക്കും വെള്ളിയുടെ കണക്ക് പരിഗണിക്കാനായി പ്രമാണമായി രേഖ ഏത്? കച്ചവടത്തിനും കറൻസിക്കും വെള്ളിയുടെ കണക്ക് പരിഗണിക്കാൻ ഫുഖഹ എന്തെങ്കിലും ഇബാറത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. നാം മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, 2 രൂപത്തിലാണ് കച്ചവടത്തിലെ ചരക്കിനെ വില കെട്ടേണ്ടത്. 500 ഗ്രാമിന് തുല്യമായിട്ടുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ 85 ഗ്രാം തങ്കത്തിന് തുല്യമായിട്ടുണ്ടോ ഇല്ലേ, ഇതിൽ 2 പരിഗണിക്കേണ്ടത്. ഇവിടെ ഫുഖഹ വിശദീകരിക്കുന്നു. തുഹ്ഫ 3-ാം വാള്യം 301-ാം പേജിൽ മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു.
ഇതിൽ 2/1 കണക്കെത്തിയാൽ 595 ഗ്രാമിന്റെയോ 85 ഗ്രാമിന്റെയോ 2/1 തുകയെത്തിയാൽ തന്നെ സക്കാത്ത് നിർബന്ധമാകുന്നതാണ് എന്ന് മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തന്റെ തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അടുത്ത ചോദ്യം, 10 വർഷമായി നടന്നു വരുന്ന ഒരു കച്ചവട സ്ഥാപനം കഴിഞ്ഞ വർഷത്തെ മൂലധനം 4,50,00,000 ഈ വർഷം സ്റ്റോക്ക് എടുത്തപ്പോൾ 4,90,00,000 ചരക്ക് സ്റ്റോക്കുണ്ട്. ക്രയവിക്രയത്തിൽ കിട്ടാനുള്ളത് 3,60,00,000, വാങ്ങിയ വകയിൽ കൊടുക്കാനുള്ളത് 3,40,00,000 ഈ വർഷം കിട്ടിയ ലാഭം 60,00,000 എങ്കിൽ ഈ സ്ഥാപനം എത്ര രൂപയുടെ സക്കാത്ത് നൽകണം? ഇവിടെ ഇയാളുടെ മൂലധനമായിട്ടുള്ളത് 4,90,00,000, ഇയാൾക്ക് കിട്ടാനുള്ള കടമായിട്ടുള്ളത് 3,60,00,000, ഇയാളുടെ ലാഭമായിട്ടുള്ളത് 60,00,000. ഇയാൾ വില കെട്ടുന്ന സമയത്ത് 9,10,00,000 രൂപ വരും. ഇത് മൂന്നും പരിഗണിച്ചിട്ടാണ് വില കെട്ടേണ്ടത്. ഇവിടെ ഇയാൾക്ക് 9,10,00,000 വരും. അതിന്റെ 2.5% അയാൾ നൽകേണ്ടി വരും. അനുവദനീയമായ ആഭരണങ്ങൾക്ക് സക്കാത്ത് ഇല്ലെന്ന് പറയുമ്പോൾ ധനികരുടെയും ദരിദ്രരുടെയും ധരിക്കുന്ന ആഭരണങ്ങൾ ഒരേ നിലക്കാണോ പരിഗണിക്കുന്നത്? സ്ത്രീയുടെ ആഭരണത്തിലെ സക്കാത്തിനെ കുറിച്ച് വിഷയാവതരണത്തിൽ നാം സൂചിപ്പിക്കുകയുണ്ടായി. അനുവദനീയമായ ആഭരണങ്ങൾക്ക് സക്കാത്തില്ല. അപ്പോ സ്ത്രീകൾക്ക് ധരിക്കൽ അനുവദനീയമായ ആഭരണങ്ങൾക്ക് സക്കാത്തില്ല എന്ന് പറയുമ്പോൾ അത് അമിതമാകാൻ പാടില്ല. അമിതം എന്നുള്ളതിന്റെ മാനദണ്ഡമായി ഫുഖഹാക്കൾ ഗണിച്ചിട്ടുള്ളത് ഓരോ അവയവത്തിന്റെയും ആഭരണങ്ങൾ കാണുമ്പോൾ തന്നെ അത് ഭംഗി, ധരിച്ച ആഭരണങ്ങൾ കൊണ്ട് ആ സ്ത്രീക്ക് ഭംഗിയാണോ വരുത്തുന്നത് അഭംഗിയാണോ വരുത്തുന്നത് എന്ന് നോക്കിയിട്ടാണ്. അതിന്റെ ഉദാഹരണമായിട്ട് മിൻഹാജിലൊക്കെ കാണാം 200 ദീനാറുള്ള ഒരു ജോഡി പാദസരം, അഥവാ ഇന്നത്തെ കണക്ക് പ്രകാരം ഏകദേശം 106 പവനോളം വരും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 106 പവനൊക്കെയുള്ള ഒരു ജോഡി പാദസരം ധരിക്കുമ്പോൾ കാലിൽ ഒരു ചങ്ങല പോലെ അത് നീണ്ടു കിടക്കും. അതുകൊണ്ട് അത് ഭംഗിയല്ല വരുത്തുക, തീർച്ചയായിട്ടും അത് അഭംഗി വരുത്തും എന്ന് മാത്രമല്ല കാണുമ്പോൾ തന്നെ അത് അറപ്പുളവാക്കും. അപ്പൊ ഈ ഭംഗി വരുത്തുന്നുണ്ടോ അല്ലെങ്കിൽ അഭംഗി വരുത്തുന്നുണ്ടോ എന്നുള്ളതിനെയാണ് മിതം അമിതം എന്നുള്ളതിന്റെ മാനദണ്ഡമായിട്ട് ഫുഖഹാക്കൾ ഗണിച്ചിട്ടുള്ളത്. അടുത്ത ഒരു സംശയം, കറൻസി സക്കാത്ത് എത്ര രൂപ ഉണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമാവും? വിഷയാവതരണത്തിൽ നാം സൂചിപ്പിച്ചതുപോലെ വെള്ളിയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്ന് കറൻസിയുടെ വില നാം നിശ്ചയിക്കേണ്ടത്. തദടിസ്ഥാനത്തിൽ ഇന്നത്തെ വെള്ളിയുടെ 595 ഗ്രാം വെള്ളിയുടെ ഇന്നത്തെ വിലയനുസരിച്ച് ഏകദേശം 24,000 രൂപയുടെ അടുത്ത് വരും. കൃത്യമായി പറഞ്ഞാൽ 23,681 രൂപ. ഈ പൂർണ്ണമായും ഒരാളുടെ ഉടമസ്ഥ
കടമുണ്ട് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. കടത്തെ നാം രണ്ടായി മനസ്സിലാക്കണം. ഒന്ന്, അവധി ഇറങ്ങിയ കടം. രണ്ട്, അവധി നിശ്ചയിച്ച കടം. ഇതിൽ അവധി ഇറങ്ങിയ കടം അത് കിട്ടും എന്ന് ഉറപ്പുള്ളതാണെങ്കിൽ അത് ഉടനെ തന്നെ അതിന്റെ സകാത്ത് നൽകേണ്ടതാണ്. വർഷം തികയുമ്പോൾ അത് നിസാബ് എത്തിയിട്ടുള്ള കടമാണെങ്കിൽ, കണക്ക് എത്തിയിട്ടുള്ള കടമാണെങ്കിൽ അതിന്റെ സകാത്ത് നൽകേണ്ടതാണ്. ഇനി അവധി ഇറങ്ങിയ കടം തന്നെ കിട്ടും എന്ന് പ്രതീക്ഷയില്ലാത്തത് ആണ് എങ്കിൽ രണ്ടാമതായി പറഞ്ഞ അവധി നിശ്ചയിച്ച കടവും കയ്യിൽ കിട്ടിയതിനു ശേഷം എത്ര വർഷത്തിനാണോ സകാത്ത് കൊടുക്കേണ്ടത് ആ ഓരോ വർഷത്തിനും വെവ്വേറെയായിട്ട് നാം സകാത്ത് കൊടുക്കണം. 85 ഗ്രാമിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ സ്വർണം എത്ര സകാത്ത് കൊടുക്കണം? ഉദാഹരണത്തിന് 85 ഗ്രാമിനേക്കാൾ കൂടിയ ഒരു സ്വർണം 90 ഗ്രാമോ അല്ലെങ്കിൽ ഒരു 100 ഗ്രാമൊക്കെ ആണെങ്കിൽ സംശയമില്ല അതിന്റെ 2.5% സക്കാത്തിന്റെ നിശ്ചിത വിഹിതമായിട്ട് ഫുഖഹാക്കൾ ഗണിച്ചിട്ടുള്ളത്. അടുത്ത ഒരു സംശയം, ഒരുപാട് വിലപിടിപ്പുള്ള ഡയമണ്ട് ഉള്ള ഒരുത്തന് സക്കാത്ത് ഇല്ല, മറിച്ച് കുറച്ച് സ്വർണം ഉള്ള ഒരുത്തന് സക്കാത്ത് ഉണ്ട്. ഇതിന്റെ ന്യായം ഇതിൽ വല്ല ഹിക്മത്തുമുണ്ടോ? മുമ്പ് നടന്ന ഒരു വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ സക്കാത്ത് മാനദണ്ഡമാക്കാൻ എല്ലാ സമ്പത്തും നിർമ്മില്ല. സക്കാത്ത് ചില നിശ്ചിത വകകളിൽ അതുപോലെ ഭക്ഷ്യരംഗത്തെ സന്തുലനം വെച്ചുകൊണ്ടാണ്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും കാര്യമായി എടുക്കുമ്പോൾ പല രാജ്യങ്ങളുടെയും അതിപ്രാചീന കാലം മുതൽ തന്നെ പല രാജ്യങ്ങളുടെയും സമ്പദ്ഘടനയെ നിയന്ത്രിച്ചിരുന്നത് സ്വർണവും വെള്ളിയുമായിരുന്നു. സമ്പദ്ഘടനയിൽ സ്വർണത്തിനും വെള്ളിക്കും കാര്യമായ സ്വാധീനം ഉള്ളതുകൊണ്ടാണ് അതുപോലെ ഇതര ലോഹങ്ങൾ, പുഷ്പരാഗം, അതുപോലെ വജ്രം, ഡയമണ്ട് നെക്ലേസ് ഡയമണ്ട് പോലുള്ള ആഭരണങ്ങൾക്കൊന്നും സ്വർണത്തിന്റെയും വെള്ളിയുടെയും അത്ര സമ്പദ്ഘടനയിൽ കാര്യമായ സ്വാധീനമില്ലാത്തത് കൊണ്ട് തന്നെ അവയിൽ സകാത്ത് നിർബന്ധമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇനി വല്ല പൂർത്തീകരണമുണ്ടെങ്കിൽ ഉസ്താദ് മോഡറേഷനിൽ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു സംശയം, വാടക കെട്ടിടത്തിന് കിട്ടുന്ന വാടകയിൽ സകാത്ത് വരുന്നുണ്ടോ? വാടക കെട്ടിടത്തിന് കിട്ടുന്ന വരുമാനത്തിൽ സകാത്ത് ഉണ്ടോ? അതിലിപ്പോ വാടകയായി നമുക്ക് ലഭിക്കുന്ന ഉദാഹരണത്തിന് പണം, അതിൽ കുറെ വാടക കിട്ടി, സകാത്തിന്റെ നിസാബ് എത്തി, സകാത്ത് നിർബന്ധമാകാനുള്ള കണക്ക് എത്തി, ഒരു വർഷം തികഞ്ഞു, അതിന് സകാത്ത് കൂടി വരും. അടുത്ത ഒരു ചോദ്യം, എങ്ങനെ കൊടുക്കുന്നത്? സ്ത്രീധനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം അതിന്റെ നാനാവശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. സമൂഹം ഇന്ന് പല രീതിയിലൂടെയാണ് സ്ത്രീധനത്തെ നോക്കിക്കാണുന്നത്. സ്ത്രീധനം എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത് പിതാവ് തന്റെ മകൾക്ക് ഒരു സമ്മാനമായി, വിവാഹ സമ്മാനമായി കൊടുക്കുന്ന ധനം, ഇതാണ് സ്ത്രീധനം. ഇങ്ങനെ പിതാവ് മകൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് സ്ത്രീധനം നൽകിയത് എങ്കിൽ അത് മകളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. അത് സക്കാത്തിന്റെ നിബന്ധനയോടുകൂടെ വർഷം പൂർണ്ണമായി ഉടമപ്പെടുത്തി അത് ചെലവാകാതെ ഉണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് മകൾ കൊടുക്കണം. പിന്നെ അത് പിതാവ് തന്നെ മകൻ തൃപ്തിപ്പെട്ടാണ് നൽകിയത് എങ്കിൽ, മരുമകന് തൃപ്തിപ്പെട്ട് മരുമകനാണ് കൊടുത്തത് എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മരുമകനായിരിക്കണം അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത്, നേരത്തെ പറഞ്ഞ ആ സക്കാത്ത് നിർബന്ധമാകാനുള്ള നിബന്ധനയോടുകൂടെ. പിന്നെ വേറൊരു രീതി, കടമായിട്ട് നൽകുന്ന ഒരു രീതിയും നിലവിലുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ത്വലാഖ് ചൊല്ലിയാൽ അത് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഈ രൂപത്തിൽ ആണെങ്കിൽ കുറച്ചു മുമ്പ് നാം വിശദീകരിച്ചതുപോലെ കടത്തിന്റെ രൂപത്തിൽ അതിനെ പെടുത്തുന്നതാണ്. ഇനി എത്ര കൈകൾക്ക് അത് പണമെങ്കിൽ അത് എത്ര വർഷമാണോ അങ്ങനെ ഓരോ വർഷത്തിനും വെവ്വേറെയായിട്ട് അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരുന്നതാണ്. സ്വർണത്തിലൊക്കെ നിഷ്തൂക്കം തങ്കം ഒരാളിലുണ്ടായാൽ സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞുവല്ലോ, ഇത് സ്വർണം തന്നെ കൊടുക്കണോ? അത്
അതിന്റെ വില പണമായി കൊടുത്താൽ മതിയോ? സ്വർണത്തിന്റെ സക്കാത്ത് സ്വർണമായിട്ട് തന്നെ, വെള്ളിയുടേത് വെള്ളിയുമായിട്ട് തന്നെയും കൊടുക്കണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അടുത്ത ഒരു സംശയം, ബാങ്കിലെ ഡെപ്പോസിറ്റിലെ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് സക്കാത്ത് കണക്കാക്കുക? ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ വളരുന്ന വരുമാനം. ഇപ്പൊ ഉദാഹരണമായിട്ട് മുഹറം 1 ഒരാളുടെ പക്കൽ 50,000 രൂപയുണ്ടായിരുന്നു. അങ്ങനെ അയാൾ അതേ ദിവസം തന്നെ 50,000 രൂപ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. തുടർന്ന് ഒരു 25,000 രൂപയും കൂടി അദ്ദേഹം ബാങ്കിൽ കൊണ്ടുപോയിട്ടു. കുറച്ചു മാസങ്ങൾക്കു ശേഷം ഒരു 10,000 രൂപ, ഒരു 15,000 രൂപ അയാൾ ബാങ്കിൽ നിന്ന് പിൻവലിച്ചു. അങ്ങനെ അടുത്ത മുഹറം 1 വർഷം തികയുന്നു. സമയത്ത് അത് നോക്കുകയാണെങ്കിൽ അത് വളരുന്നത് കണക്ക് ഏതാണോ? ഇത്തരം സംഘട്ടില്ല. വർഷം 10,000 രൂപ കൂടി 20,000 അദ്ദേഹത്തിന്റെ ആ നിക്ഷേപമായിട്ട് ഉള്ളത് വർഷം പൂർണ്ണമായിട്ടും 50,000 ആയതുകൊണ്ട് അടുത്തത് ATM കൗണ്ടറിലുള്ള കാശ് നമ്മുടെ കൈവശമില്ലല്ലോ. ബാക്കി അതിന്റെ മുഴുവൻ ഉടമസ്ഥാവകാശം സക്കാത്ത് നിർബന്ധമാകാനുള്ള ആ ബാധ്യതകളും വർഷം തികഞ്ഞ് നിസാബ് എത്തിയാൽ വർഷാവർഷം അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടി വരുന്നതാണ്. പിന്നെ അടുത്തത് നേരത്തെ വിശദീകരിച്ചതുപോലെ ഒരു സംശയം, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കണക്കിന് കൊടുക്കണമെന്നാണല്ലോ നോട്ടിന്റെ വിഷയത്തിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ കൊടുക്കേണ്ടത് പറഞ്ഞത്. അതിന്റെ ഇബാറത്ത് വായിക്കാനാണെന്ന് പറഞ്ഞത്. അത് ഫുഖറാക്കൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്നു എന്നുള്ളതിന്റെ ഇബാറത്താണ് തുഫ 3-ാം വാള്യം. ഓർമ്മ ശരിയാണെങ്കിൽ 301 പേജിൽ നോക്കിയാൽ ഒരു പണ്ഡിതനാണ് ചോദിച്ചത് എന്നുള്ള ഒരു വിചാരത്തോടെ അവിടെ നോക്കിയാൽ മതിയാവുന്നതാണ്. അടുത്തത് പണം കടം. അടുത്ത ഒരു ചോദ്യം, കടം ഉള്ളവർക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വരുമോ? കടം ഉള്ളവർക്കും സക്കാത്ത് കൊടുക്കണമെന്നുള്ളതാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോ ഒരാൾക്ക് 50,000 രൂപ കടണ്ട്, അദ്ദേഹത്തിന്റെ കൈവശം ഒരു 40,000 രൂപ ഇന്നത്തെ കണക്ക് പ്രകാരം സക്കാത്ത് നിർബന്ധമാവാനുള്ള ഒരു സംഖ്യയാണ്. അപ്പോ മുഹറം 1 അദ്ദേഹത്തിന്റെ കൈവശം 40,000 രൂപയുണ്ടായിരുന്നു. അടുത്ത വർഷം മുഹറം 1 നോക്കുമ്പോൾ ആ 40,000 തൽസ്ഥിതി തുടരുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് 50,000 രൂപയുണ്ട്. ഈ കാലയളവിൽ അദ്ദേഹം കടം കൊടുത്ത് വീട്ടില്ല. അങ്ങനെ ഈ 40,000 രൂപ അദ്ദേഹത്തിന്റെ പക്കലുണ്ടെങ്കിൽ ആ 40,000 രൂപക്ക് അതിന്റെ 2.5% സകാത്ത് കൊടുക്കേണ്ടി വരുന്നതാണ്. ലാ യംനഉ ദൈനു കടം സക്കാത്തിനെ വിലങ്ങില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു ചോദ്യം, സ്വർണത്തിന്റെ കണക്ക് 10.5 പവൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ 916 അല്ലെങ്കിൽ 22 ക്യാരറ്റ് സ്വർണത്തിൽ തനിച്ച സ്വർണം
ഏകദേശം ഓരോ കടകൾക്കനുസരിച്ചും ഇത് വ്യത്യസ്തമാവും എന്നാണ് എന്റെ ഈ എളിയന് കിട്ടിയ വിവരം. അതുകൊണ്ട് ഒരു കൃത്യമായ കണക്ക് നമുക്ക് പറയാൻ സാധിക്കില്ല. 85 ഗ്രാമിൽ സ്വർണമായിട്ട് എത്ര അളവുണ്ടോ, എനിക്ക് ഈ വിനീതന് കിട്ടിയ കണക്ക് പ്രകാരം ഏകദേശം ഒരു 80 ഗ്രാമെങ്കിലും സ്വർണമായിട്ട് ഉണ്ടാവും. തദടിസ്ഥാനത്തിൽ ഒരു 91 ഗ്രാം ഇന്നത്തെ 916 അല്ലെങ്കിൽ 22 ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതിന് സക്കാത്തിന്റെ കണക്ക് എത്തുകയുള്ളൂ എന്നാണ്. ഇത് ചിലപ്പോൾ ഓരോ കടകൾക്കും ചില ജ്വല്ലറി കടകളുടെ സ്വർണങ്ങൾ മറ്റു ചില കടക്കാർ എടുക്കാതിരിക്കാവുന്ന ഒരു സ്വഭാവവും രീതിയൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇത്രത്തോളമാണ് ഇവിടെ വന്ന സംശയങ്ങൾ. വല്ല പൂർത്തീകരണവും തെറ്റോ ഉണ്ടെങ്കിൽ ഉസ്താദ് അവർകൾ വിശദീകരിച്ചു തരും. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദ്യം: മറുനാട്ടിലുള്ള ആള് നമ്മുടെ നാട്ടിൽ വന്നാൽ സക്കാത്ത് നൽകാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞു സക്കാത്ത് നൽകേണ്ടത് ആ ധനമുള്ള നാട്ടിലാണ്. അത് വിതരണം ചെയ്യുന്ന ആ നാട്ടിൽ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ആ സക്കാത്ത് വാങ്ങുന്നതിൽ വിരോധമൊന്നുമില്ല. മറ്റൊരു ചോദ്യം: ഒറ്റയ്ക്ക് സക്കാത്ത് നൽകുമ്പോൾ നമുക്കൊരാളെ സഹായിക്കാൻ കഴിയുന്നതിൽ ഒരു പരിധിയുണ്ട്. എന്നാൽ സംഘടിതമായിട്ട് നൽകുമ്പോൾ അതിലല്ല കൂടുതൽ സഹായിക്കാൻ കഴിയുക എന്നുള്ളതാണ്. എന്നാൽ സംഘടിത സക്കാത്ത് അനുവദനീയമാകുന്നത് തന്നെ അവിടെ തൗക്കീൽ മറ്റൊരാളെ ഏൽപ്പിക്കുക, ഒരു നിർണിത വ്യക്തിയെ ഏൽപ്പിക്കുക എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ്. അതുണ്ടെങ്കിൽ തന്നെ അയാളെ ഏൽപ്പിച്ചാൽ തന്നെ നമ്മുടെ മേത്തുന്ന ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും ഒഴിവാവണമെങ്കിൽ അദ്ദേഹം അത് അവകാശികൾക്ക് തന്നെ വിതരണം ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക കൂടി വേണം. അതിനേക്കാൾ നല്ലത് നാം സ്വയം വിതരണം ചെയ്യലാണ് എന്നതാണ്. പിന്നെ ബാങ്കിൽ നിക്ഷേപിച്ച പണത്തിന്റെ സക്കാത്ത് എവിടെയാണ് കൊടുക്കേണ്ടത്? നേരത്തെ പറഞ്ഞു ധനം ഉള്ള സ്ഥലത്ത്. അപ്പോ ബാങ്ക് എവിടെയാണുള്ളത് അവിടെ. പിന്നെ ഇനി അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത കുടുംബക്കാര് അതല്ലെങ്കിൽ നമ്മളോട് അടുത്തുള്ള ആൾ നമ്മരിച്ചുണ്ട്, അത്യാവശ്യ ഘട്ടങ്ങളിൽ സക്കാത്ത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാം എന്ന്. മറ്റൊന്ന്, ഒരാൾ ബസ് യാത്രയിലാണ്, അയാള് യാത്രയിൽ ഇരിക്കുമ്പോഴാണ് അസ്തമയം ഉണ്ടായത്. പിന്നെ അയാൾ നാട്ടിലെത്തിയിട്ടാണ് പെരുന്നാളാണെന്ന് അറിഞ്ഞത്. അപ്പോ ഫിത്ർ സക്കാത്ത് എവിടെ കൊടുക്കണം എന്നുള്ളതാണ്. ബസ്സിലിരിക്കുമ്പോൾ ഇയാൾ അറിഞ്ഞിട്ടേ ഇല്ല എവിടെയാണ് എപ്പോഴാണ് പെരുന്നാൾ ആയത് എന്നുള്ളത്. നാട്ടിലെത്തിയിട്ടാണ് അറിയുന്നത്. അങ്ങനെ നാട്ടിലെത്തിയ അറിഞ്ഞ അപ്പോൾ കൊടുക്കണം. ഇനി ബസ്സിൽ തന്നെ അറിയുകയാണെങ്കിൽ അപ്പോ പിന്നെ ബസ്സിന് അറിയെങ്കിൽ ആ ബസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കണം എന്നതാണ്. ഇല്ലെങ്കിൽ ഇറങ്ങുന്ന സ്ഥലത്ത് എന്നുവെച്ചാൽ അവനാന്റെ നാട്ടിൽ തന്നെ കൊടുക്കുക. സക്കാത്ത് നീക്കം ചെയ്യുന്നതിനെ കുറിച്ചൊരു വിശദീകരണം. നീക്കം ചെയ്യുന്ന പറഞ്ഞാൽ ഒന്നുകിൽ ആ നാട്ടില് നമ്മൾ ആ ധനം നിൽക്കുന്ന നാട്ടില് അവകാശികൾ ഇല്ലാതിരിക്കണം. അതല്ലെങ്കിൽ വേറെന്തെങ്കിലും അത്യാവശ്യം നേരത്തെ പറഞ്ഞ പോലെ തന്റെ അടുത്ത കുടുംബക്കാർ അതല്ലെങ്കിൽ തന്നിൽ നിന്നും ആ നാട്ടിലുള്ള ഏറ്റവും ഫക്കീറായിട്ടുള്ള ആളുകൾ അങ്ങനെ നമ്മിൽ നിന്നും ഒരു ദാനം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അങ്ങനെ സക്കാത്ത് നീക്കം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. വീടും അത്യാവശ്യം സ്വത്തുണ്ട്, പക്ഷെ വരുമാനം ഒന്നുമില്ല എന്നാ പറഞ്ഞത്. അങ്ങനത്തെ ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? മക്കളുടെ ഔദാര്യത്തിൽ കഴിയുന്ന ഒരാള്. അവിടെ ഒരിക്കലും മക്കളുടെ ഔദാര്യമില്ല. തന്റെ മാതാപിതാക്കൾക്ക് വാർദ്ധക്യ സമയത്ത് ചെലവ് കൊടുക്കൽ മക്കളുടെ നിർബന്ധ ബാധ്യതയാണ്. അങ്ങനെ കൊടുക്കുന്ന ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ അവതരണത്തിൽ പറഞ്ഞു. പിന്നെ സക്കാത്തിന്റെ ഫക്കീർ എന്ന ഗണത്തിൽ പെടുന്ന ആള് ഒരിക്കലും വരുമാനം വേണമെന്ന് പറഞ്ഞിട്ടില്ല. ധനമോ ജോലിയോ വേണമെന്നാ പറഞ്ഞത്. അപ്പോ പിന്നെ സമ്പത്തുണ്ടായാൽ മതി, വരുമാനം വേണമെന്നില്ല. ഇനി വരുമാനം ഇല്ലാണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ തീരുകയും ചെയ്താൽ പിന്നെ ഇയാൾക്ക് ചെലവിനുള്ള മാർഗമൊന്നുമില്ലെങ്കിൽ അപ്പോ ഫക്കീർ എന്നുള്ള ഗണത്തിൽ അന്ന് സക്കാത്ത് ഇൻഷാ അല്ലാഹ് കിട്ടും. പൊതു ആവശ്യത്തിന് വേണ്ടി സക്കാത്ത്
കടം വാങ്ങിയിട്ട് പൊതു ആവശ്യങ്ങൾ നിർവഹിക്കാമോ, അത് പുണ്യകരമാണോ എന്നാണ് ചോദ്യം. തീർച്ചയായും ആണ്. കാരണം കടം വാങ്ങിയിട്ടെങ്കിലും ഒരാൾ പൊതു നന്മകൾ ചെയ്യണം എന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ ആളുകൾക്ക് സക്കാത്ത് നൽകാം എന്ന് നാം പറഞ്ഞതും. ഫിത്ർ സക്കാത്ത് വക്കീലിന് ഒരാളെ ഏൽപ്പിക്കുന്നതാണോ സ്വയം കൊടുക്കുന്നതാണോ നല്ലത് എന്ന്. ഫിത്ർ സക്കാത്ത് ഏത് സക്കാത്താണെങ്കിലും സ്വയം വിതരണം ചെയ്യലാണ് ഏറ്റവും നല്ലത്. മറ്റുള്ള ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഷർത്തുകളൊക്കെ വേണം. ഒരാളെ നിർണിതാക്കണം. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഉത്തമമായ സമയം എപ്പോഴാണ്? 4 സമയമാണ്, 4 ടൈമിലാണ് ഇത് കൊടുക്കാൻ പറ്റുക. ഒന്ന് റമദാൻ 1 മുതൽ ജായിസാണ്. പിന്നെ ഒന്ന് പെരുന്നാളിന്റെ അന്നത്തെ റമദാൻ അവസാനത്തെ അസ്തമയം മുതൽ നമസ്കാരത്തിന്റെ വരെ ഈ ടൈമിൽ കൊടുക്കൽ സുന്നത്താണ്. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം കൊടുക്കൽ ഹറാമുമാണ്. ഏറ്റവും ഉത്തമമായ സമയം അസ്തമയത്തിന് ശേഷം പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പായിട്ട് കൊടുക്കൽ. വിദേശത്ത് ജോലി ചെയ്യുന്ന ആള് അദ്ദേഹം ശമ്പളം മാസം വീട്ടിലേക്ക് അയക്കുന്നുണ്ട്. അപ്പോ ഇദ്ദേഹത്തിന്റെ സക്കാത്ത് അവിടെയാണോ കൊടുക്കേണ്ടത് അതോ ഇവിടെയാണോ കൊടുക്കേണ്ടത്? നമ്മൾ പറഞ്ഞു ധനത്തിന്റെ സക്കാത്ത് ധനം ഉള്ള സ്ഥലത്താണ് കൊടുക്കേണ്ടത് എന്ന്. ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്യുന്ന ഒരാള് വീട്ടിലെ കുട്ടികളുടെ കയ്യിൽ കൊടുത്തുവിട്ടാൽ പറ്റുമോ എന്നതാണ്. കുട്ടികളുടെ കയ്യിൽ കൊടുത്തുവിടുമ്പോൾ അതിനൊരു കാഫിറിന്റെ കയ്യിൽ കൊടുത്തുവിടാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം നാം ആർക്ക് നൽകണമെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. ഇന്ന വീട്ടിൽ കൊണ്ടുപോയി കൊടുക്ക് എന്ന് തന്നെ പറയണം. അങ്ങനെയാണെങ്കിൽ പറ്റും. അല്ലാണ്ട് ഇത് അർഹതപ്പെട്ടവർക്ക് കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയെയോ അല്ലെങ്കിൽ ഒരു കാഫിറിനെയോ ഏൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ മാതാപിതാക്കൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അതും പറ്റില്ല. കാരണം സ്വയം ചെലവ് കൊടുക്കൽ നിർബന്ധമായ ഒരു കാര്യം. മാതാക്കൾക്ക് ചെലക്കാൻ താൻ ചെലവ് കൊടുക്കേണ്ട മറ്റൊരു നൽകിയിട്ടില്ല. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മുടെ പരിപാടി ചോദ്യങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ചില ചോദ്യങ്ങളൊക്കെ മറ്റു ചോദ്യങ്ങളിൽ ആവർത്തിക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ വിട്ടുകളഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ തീർക്കാൻ നല്ല താല്പര്യമുണ്ട് എന്ന് നമ്മുടെ ഈ വേദി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുറഹ്മാൻ ഫൈസിയുടെ മോഡറേഷനാണ് നമ്മൾ അവസാനമായി കാത്തിരിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്. കുറെ കാലമായിട്ട് ഇതുവരെ സക്കാത്ത് കൊടുത്തിട്ടില്ല, എന്തെങ്കിലുമൊക്കെ മാർഗമുണ്ടോന്ന്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം അദ്ദേഹത്തിന്റെ ഫത്ഹുൽ മുഈനിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇബാറത്ത് കൊടുത്തതായി കാണാൻ പറ്റും. അങ്ങനെ കണക്കില്ലാത്ത സക്കാത്ത് കൊടുക്കാനുള്ള ആള് നിയത്ത് വെച്ച് അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. സക്കാത്തിന്റെ അളവ് അവസാനിക്കുന്നവരെ അങ്ങനെ കൊടുത്താൽ ആ സക്കാത്തിന്റെ ബാധ്യത നിർവഹിക്കപ്പെടും. ബാക്കിയുള്ളത് സ്വതക്കയായും പരിഗണിക്കപ്പെടും എന്ന് ഫത്ഹുൽ മുഈനിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബൈലക്സ് മെസ്സഞ്ചറിലൂടെ നമ്മുടെ ക്ലാസ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്ത് പറമ്പിന്റെ മാർക്കറ്റ് വില എങ്ങനെയാണ് പരിഗണിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഭൂമി കച്ചവടവുമായി ബന്ധമുള്ള ആളുകൾക്കൊക്കെ അറിയാം. പ്രദേശത്തുകൂടെ റോഡില്ലാത്തൊരു സ്ഥലത്ത് പുതിയതായിട്ട് റോഡ് വന്നാൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ താമസമില്ലാത്ത സ്ഥലത്ത് പുതിയതായിട്ട് ജനങ്ങളൊക്കെ വീട് വെച്ച് താമസിക്കാൻ തുടങ്ങിയാലൊക്കെ പ്രദേശത്തിന്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. വിജനമായൊരു സ്ഥലത്താണെങ്കിൽ വളരെ കുറഞ്ഞ വിലക്കാരുണ്ടാവുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് നമ്മുടെ ചരക്കുകളുടെ വില വർദ്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സർക്കാരുകൾ മാറി മാറി വരുന്നത് വരെ ഭൂമിയുടെയും മറ്റൊക്കെ വിലകൾ വർദ്ധിപ്പിക്കാറുണ്ട്. നമ്മളൊക്കെ പത്രങ്ങളിലും മറ്റൊക്കെ കാണുന്നതാണ്. ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങൾ ചില ആളുകൾ തലയിൽ കൈവച്ച് നിൽക്കുന്നത് കാണാം. പ്രത്യേകമായി ഒരു ബജറ്റ് വന്നാൽ ചിലപ്പോൾ ഷെയറിന്റെ വിലയൊക്കെ പറ്റെ കുറയും. അപ്പൊ ഇങ്ങനെയുള്ള മാർക്കറ്റ് ന്യൂസുകളും മറ്റൊക്കെയാണ് വസ്തുക്കളുടെയും മറ്റും വിലകള് കയറ്റിറക്കത്തോടുകൂടി നിലനിർത്തുന്നത്. അപ്പൊ സക്കാത്ത് ബാധകമാകുന്ന സമയമാകുമ്പോൾ
ആ പ്രദേശത്തുള്ള സാഹചര്യം മറ്റൊക്കെ പരിഗണിച്ച് നമുക്ക് ആ ഭൂമിയുടെ വില നിശ്ചയിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആ വിലയനുസരിച്ചാണ് നമ്മൾ വാങ്ങിയ ഭൂമി വർഷം തികയുമ്പോൾ നമ്മൾ വില കെട്ടേണ്ടത്. പിന്നെ ബഹുമാനപ്പെട്ട ശൈഖുന വളരെ വിശദമായി കറൻസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. ഉസ്താദ് തന്നെ അത് വിശദീകരിച്ചത് കൊണ്ട് കൂടി സ്വീകരിക്കുന്ന ഉചിത എന്നതിലാണ്. പ്രത്യേകം നമ്മൾ വളരെ ശ്രദ്ധിച്ചിന്നെ ഹഷിയത്തു തർമസ്തിയിലും അതുപോലെ തന്നെ ഹഷിയത്തു ഷെർവാനിയിലും മറ്റുമൊക്കെയുള്ള ഉദ്ധരണികളും മറ്റൊക്കെ പരസ്പരം രണ്ട് രൂപത്തിലൂടെ പോകുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. പക്ഷേ ഉസ്താദ് സൂചിപ്പിക്കുകയുണ്ടായി 99% ആളുകളും ലോകത്തുള്ള ഏകദേശം എല്ലാ ഗണിച്ച് അതിൽ സക്കാത്ത് കൊടുക്കണമെന്ന് തന്നെയാണ്. അതിന് ഉപോത്പലകമായ ഇഷ്ടംപോലെ തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട ഖത്തീബ് ഷിർബീനി അദ്ദേഹത്തിന്റെ മുഗ്നയിലും മറ്റൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. സ്വർണ്ണവെള്ളിയിൽ സക്കാത്ത് ബാധകമാകുമ്പോൾ എല്ലാ കിതാബിലും കാണാം സ്വർണത്തിലും വെള്ളിയിലും സക്കാത്തിന്റെ മദ്റൂബൻ ഖാൻ ഔ ഗൈറ മദ്റൂബിൻ. നാണയമായി ഉപയോഗിക്കുന്ന സ്വർണത്തിനും വെള്ളിയിലും സക്കാത്തുണ്ട്. നാണയമല്ലാത്ത തനി സ്വർണത്തിന്റെയും വെള്ളിയുടെയും സത്തയിലും സക്കാത്തുണ്ട്. ഇതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഖത്തീബ് ഷിർബീനിയും മറ്റുമൊക്കെ പറയുന്നുണ്ട്. സ്വർണ്ണവെള്ളികളിൽ സക്കാത്ത് ബാധകമാകുന്നത് തന്നെ അത് ജനങ്ങൾ അവരുടെ ആവശ്യപൂരണത്തിന്റെ ഉപയോഗിക്കുന്ന എന്ന അടിസ്ഥാനത്തിലാണ്. ഈ അടിസ്ഥാനം ഇന്ന് തീർത്തും സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ പകരം നിൽക്കുന്ന കറൻസികൾക്ക് കൈവന്നതുകൊണ്ട് കറൻസികളിൽ എന്തായാലും സക്കാത്ത് കൊടുക്കണം എന്ന് തന്നെയാണ് ലോകത്തെ ഏതാണ്ട് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് നമ്മുടെ ആധികാരിക പണ്ഡിത സഭയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാഉം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കറൻസികളിലും സക്കാത്തുണ്ട് എന്ന വിഷയം തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ നിയ്യത്തില്ലാതെ ഒരാൾ സക്കാത്ത് കുറെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന ഏതെങ്കിലും വല്ല മദ്ഹബിലും വല്ല തെളിവും അതിന് കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. നമുക്കൊക്കെ അറിയാം ഹനഫി മദ്ഹബിൽ നിയ്യത്തിന്റെ വിഷയത്തിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ ബിദ്അത്ത് മഖ്സൂദായ നേരിട്ട് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട ഇബാദത്താണെങ്കിൽ അത് നിയ്യത്ത് വേണമെന്നാണ്. വുളൂഉ പോലെയുള്ള നിസ്കാരത്തിന് വേണ്ടി കൽപ്പിക്കപ്പെടുന്ന വുളൂഉ പോലെയുള്ള ബിത്തബ ആയിട്ട് മത്ലൂബാകുന്ന ഇബാദത്തുകൾക്ക് നിയ്യത്തില്ലെങ്കിലും പ്രശ്നമില്ല എന്നാണ്. പക്ഷേ ബിദ്അത്ത് മഖ്സൂദായ സംഗതിയാണ് സക്കാത്ത്. അതുകൊണ്ട് നിയ്യത്ത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിയ്യത്തോടുകൂടി തന്നെയായിരിക്കണം സക്കാത്ത് വിതരണം ചെയ്യേണ്ടത്. പിന്നെ ഫിത്ർ സക്കാത്ത് നഖൽ ചെയ്യാൻ പാടില്ല എന്നാണെങ്കിൽ ഏത് സ്ഥലം വരെ കൊടുക്കാന്നാണ് നമ്മൾ സാധാരണ പറയുന്നതാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിലാണ്. നാട് എന്ന് പറഞ്ഞാൽ അന്യനാടാകാൻ നമുക്ക് എവിടെ വെച്ച് യാത്രക്കാരനാകുമ്പോൾ നമുക്ക് എവിടെ വെച്ച് ജംഉം ഖസ്റും ആരംഭിക്കാം എന്ന് പറഞ്ഞാൽ നാടിന്റെ സൂറ് വിട്ടുകിടക്കുക. സൂറ് വിട്ടുകിടന്നാൽ അവിടെ മുതൽ നമുക്ക് ജമ്മും ഖസ്റും തുടങ്ങാം. ആ പ്രദേശത്തേക്ക് നമ്മൾ നമ്മുടെ സക്കാത്തിനെ ഒന്നും നഖൽ ചെയ്യാൻ പാടില്ല എന്നതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. അതനുസരിച്ച് ഇപ്പൊ ചമ്മാർ പേരിൽ അറിയപ്പെടുന്ന ആ പ്രത്യേകമായ പരിധിക്കുള്ളിൽ നമ്മൾ നമ്മുടെ സക്കാത്ത് കൊടുക്കണം. അപ്പോഴാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അനുസരിച്ചുള്ള നമ്മുടെ സക്കാത്ത് വിതരണം ശരിയാവുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് കൂടുതലായി ഇവിടെ വന്ന ചോദ്യങ്ങൾ. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവാം. ചോദ്യങ്ങളൊക്കെ ബന്ധപ്പെട്ട പണ്ഡിതന്മാരെയും ഉസ്താദുമാരെയും ഒക്കെ കണ്ട് ചോദിച്ച് മനസ്സിലാക്കി സക്കാത്ത് എന്ന് പറയുന്ന നിർബന്ധ ദാനത്തിന്റെ മസലകൾ കൃത്യമായി പഠിക്കാൻ ഇവിടെ കൂടിയ ആളുകളൊക്കെ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നമ്മളേവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുറഹ്മാൻ ഫൈസി മോഡറേഷന് വേണ്ടി ഉസ്താദ് അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.